കലിപ്പൻ പോലീസിന്റെ കാന്താരി പെണ്ണ്. രചന മുബീന മുബി. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. കടയുടെ ഭാഗത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കുറച്ചു മാറിയൊരു മരത്തിന്റെ തണലിലായിരുന്നു വണ്ടി നിർത്തിയിട്ടിരുന്നത്. ചുറ്റും വേറെ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി ധ്രുവ അവിടെ തൊട്ടരികിലേക്ക് നീങ്ങി നിന്നു. റെഡ് ഷോർട്ട് ടോപ്പും ബ്ലൂ ബാഗി ജീൻസുമായിരുന്നു നെച്ചുവിന്റെ വേഷം. പെട്ടെന്ന് ധ്രുവ അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി അവളെ തന്നിലേക്ക് അടുപ്പിച്ചു. അവളുടെ ചെവിയോരം ചേർന്ന് അവൻ പതിയെ പറഞ്ഞു, ഞാൻ നിന്നോടന്ന് പറഞ്ഞല്ലേടി, എൻ്റെ വീട്ടിലെ ലോക്കപ്പിലേക്കാണ് നിന്നെ കൊണ്ടുപോവുകയെന്ന്. അവിടെ തെളിവും വിചാരണയൊന്നും വേണ്ട മോളെ. അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിലും വാക്കുകളിലും നച്ചുവിൻ്റെ തൊണ്ട വറ്റിപ്പോയി. മറുപടിയൊന്നും പറയാൻ കഴിയാതെ അവൾ തരിച്ചു നിന്നു. പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് പാറി വീണ മുടിഴകൾ മൃദുവായി ചെവിക്ക് പുറകിലേക്ക് ഒതുക്കി വെച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഈ മോഡേൺ ഡ്രസ്സിനേക്കാളും ചേർച്ച ധാവണി തന്നെയാ. അന്ന് പൂരപ്പറമ്പിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിയതാ. ഈ സൾഫ്യൂരിക് ആസിഡിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അന്ന് ആളറിയാ തടഞ്ഞിർത്തി മുതൽ നീ എൻ്റെ ഉറക്കം കളയാൻ തുടങ്ങിയതാടി. ഈ കാന്താരി മുളക് എനിക്ക് തന്നെ വേണം. എനിക്ക് എരിവ് കുറച്ച് കൂടുതൽ ഇഷ്ടമാ. ആനൊരു കള്ളച്ചിരിയോടെ പറയുമ്പോൾ ദൂരെ നിന്നിരുന്ന 3 കൂട്ടുകാരികളും വായ പൊളിച്ച് നോക്കിയായിരുന്നു. ധ്രുവ് പറയുന്ന എന്താണ് വ്യക്തമായി കേട്ടില്ലെങ്കിലും അവരുടെ ഭാവം കണ്ടാൽ അവർക്ക് കാര്യം മനസ്സിലാവും. അപ്പോഴേയും കടയിൽ നിന്ന് വിഷ്ണു അങ്ങോട്ട് നടന്നു വന്നു. വിഷ്ണുവിനെ കണ്ടപ്പോഴാണ് നെച്ചുവിനെ പെട്ടെന്ന് ബോധം വീണ് അവൾ ധ്രുവിനെ തള്ളി മാറ്റി. മാറിക്കണോ, നിങ്ങൾക്ക് നാണല്ലേ എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ? നെച്ചു ദേഷ്യത്തോടെ ചൂടായി. ഞാൻ എന്തിനാടി നാണിക്കുന്നത്? എന്റെ പെണ്ണിനോടല്ലേ ഞാൻ സംസാരിക്കുന്നത്. ധ്രുവ് നെച്ചുവിനെ നോക്കി കള്ളച്ചിരിയോടെ തിരിച്ചു ചോദിച്ചു. അയ്യടാ, നിങ്ങൾ മാത്രം വിചാരിച്ചാൽ മതിയോ? എനിക്ക് കൂടി അങ്ങനെ തോന്നണ്ടേ? നെച്ചു മുഖം തിരിച്ചു. അതൊക്കെ ഞാൻ തോന്നിപ്പിച്ചോളാം മോളെ. ഇപ്പൊ നീ എന്റെ കാറിന്റെ കാറ്റ് കളഞ്ഞില്ലേ? ധ്രുവ് ഓർമ്മിപ്പിച്ചു. ഉവ്, ഞാൻ തന്നെ കളഞ്ഞ്. നിങ്ങളുടെ ചൊറിയ സ്വഭാവം കൊണ്ടാ എന്നെ കണ്ടപ്പോ ആദ്യമൊക്കെ ദേഷ്യം, ഇപ്പതാ വളഞ്ഞ വർത്താനോ നോട്ടോ. ഇനിയും ഞാൻ ചെയ്യും. ആൾ നടുവിന് കൈ കൊടുത്ത് ധൈര്യം സംഭരിച്ച് പറഞ്ഞു. ഓ, അങ്ങനെയാണോ മോളെ നക്ഷത്ര? നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. ഇതിനുള്ള ശിക്ഷ വളരെ പെട്ടെന്ന് തന്നെ നിനക്ക് കിട്ടും, ഓർത്തു വെച്ചോ. ധ്രുവ് വിരൽ ചൂണി മുന്നറിയിപ്പ് നൽകി. ഓ ആയിക്കോട്ടെ, അപ്പൊ ഇതുപോലെ തിരിച്ചു ഞാൻ തരും, നിങ്ങൾ ഓർത്തു വെച്ചോ. എന്നുവെച്ച് ഒട്ടും കുറച്ചില്ല. അവരുടെ വർത്തമാനം കേട്ട് ഈശ്വരന്തിയും കാവ്യയും വിഷ്ണുവും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഇനിയോട് നിന്നാൽ ഇത് നീണ്ടുപോകുന്ന മനസ്സിലാക്കി വിഷ്ണുവോടിൽ ഇടപെട്ടു. ഡാ ധ്രുവേ, മതിയടാ, എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്, വന്നീ. എന്നിട്ടാവും നെച്ചുവിന് നേരെ തിരിഞ്ഞു. പെങ്ങളെ, ഞാൻ വിഷ്ണുത്ത്, ഇവന്റെ കസിനാ. അപ്പച്ചി നിന്നെ കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു. ഇപ്പൊ സമയമില്ല. അന്ന് പൂരപ്പറമ്പിൽ വെച്ച് കണ്ടാണെങ്കിലും പരിചയപ്പെടാൻ പറ്റിയില്ല. എന്നാലും ഞങ്ങൾ ഇറങ്ങുവാ. അതെന്തി പാടാ. വിഷ്ണു ധ്രുവിനെ ബലമായി വണ്ടിയിലേക്ക് വലിച്ചുകൊണ്ടുപോയി. അവർ പോയതും ദയ്യ താടിക്ക് കൈയും കൊടുത്ത് നെച്ചുവിന്റെ അടുക്കേക്ക് വന്നു. എന്റെ നെച്ചു, എന്താടി ഇപ്പോഴും ഉണ്ടായേ? എന്തുണ്ടാവാൻ, ഞാൻ അന്നേ പറഞ്ഞല്ലേ ആ SP ഇവളെ തൂയിക്കൊണ്ടുപോകുന്നു. കാവ്യ ചിരിയോടെ പറഞ്ഞു. ഒന്ന് നിർത്തിക്കേ, എന്നെ കൊണ്ടുപോകാൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. നെച്ചു ദേഷ്യം അഭിനയിച്ച് തിരിച്ചടിച്ചു. മോളെ നക്ഷത്രേ, അയാൾ നിന്നെ പിടിച്ചിരുത്തിയപ്പോൾ നിന്റെ ആ നോട്ടം കണ്ടപ്പോഴേ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഈശ്വല അവളെ കളിയാക്കി. എന്ത്? നെച്ചു പെട്ടെന്ന് പതറിപ്പോയി. ഒന്നുമില്ലടി, ഉണ്ണിയെ കണ്ടാൽ അറിയാലോ, ഊരിലെ പഞ്ഞെന്ന് പറഞ്ഞ പോലെയാ നിന്റെ ഭാവം. ഈശ്വൽ വീണ്ടും ചിരിച്ചു. ഒന്ന് പോടി. നെച്ചു നാണം മറക്കാൻ മുഖം തിരിച്ച് നടന്നു. അങ്ങനെ ആ 4 പേരും വീട്ടിലേക്ക് ലക്ഷ്യം വെച്ച് നടന്നു നീങ്ങി. ദിവസങ്ങൾ കുറച്ചുകൂടി കടന്നുപോയി. വീട്ടിലെ അമ്മയോട് വഴക്കിട്ടും കൂട്ടുകാരോട് സംസാരിച്ചും നെച്ചു തന്റെ പതിവ് കുറുമ്പുകളുമായി മുന്നോട്ട് പോയി. ധ്രുവ് പറഞ്ഞ ശിക്ഷ എന്താണെന്ന് ഓർത്ത് അവൾക്കുള്ളിൽ ചെറിയൊരു ഭയമുണ്ടായിരുന്നെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവളത് മറന്നു. അങ്ങനെയിരിക്കെ ഒരു ശനിയാഴ്ച പകൽ നെച്ചുവിന്റെ അച്ഛൻ വിശ്വനാഥൻ ഹാളിൽ നിന്ന് ആരോടോ ഫോണിൽ വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്ന നെച്ചു കണ്ടു. ഭദ്ര, ദേ നമ്മുടെ മോളെ കാണാൻ അവർ നാളെ വരും. വലിയ കുടുംബമാ, ചെക്കൻ പോലീസിലാ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അച്ഛൻ ഭദ്രാമയോട് പറയുന്ന കേട്ട് മുറിയിലിരിക്കാതെ നെച്ചു ഞെട്ടി ഉറച്ചു. എന്താ ഈ പറയുന്നത്? എനിക്കിപ്പോ കല്യാണം വേണ്ട, ഞാൻ ഡിഗ്രി കഴിഞ്ഞ് PG ക്ക് പറഞ്ഞല്ലേ. നെച്ചു ആളിലേക്ക് ഓടി വന്ന് ചോദിച്ചു. മോളെ നെച്ചു, ഇത് നല്ല ആലോചനയാ. പിന്നെ നിന്റെ ജാതകത്തിൽ 21 വയസ്സിൽ വിവാഹം നടക്കണം. ഇല്ലെങ്കിൽ പിന്നെ 35 വയസ്സ് കഴിഞ്ഞ് ആവൂന്നാ പറയുന്നത്. അതുകൊണ്ടല്ലേ അച്ഛൻ പറയുന്നത്. ഈ ചെക്കൻ്റെ ആലോചന വന്നപ്പോൾ എനിക്കും നിന്റെ അമ്മക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നാളെ അവർ വരും മോളെ, നല്ലതുപോലെ ഒരുങ്ങി നിന്നോണം. പിന്നെ ആ ഒരു മോളെ തുറന്ന് പഠിപ്പിച്ചോളെന്ന് സമ്മതിച്ചിട്ടാ നിന്റെ ക്ലാസ് കഴിഞ്ഞിട്ടേ കല്യാണം ഉണ്ടാവും. വിശ്വനാഥൻ പറഞ്ഞു. അച്ഛാ, എനിക്കിപ്പോ... ആളെന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഭദ്രാമ ഇടപെട്ടു. മോളെ നച്ചു, നിന്റെ നല്ലതിന് വേണ്ടിയാ പറയുന്നത്. അമ്മയുടെ പൊന്നല്ലേ, സമ്മതിക്ക്. ചെക്കൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാ. അത് തന്നെ മോളെ, നാളെ അവർ വരും. അച്ഛൻ്റെ പൊന്നുമോള് നന്നായിട്ട് ഒരുങ്ങി നിൽക്കണം. വിശ്വനാഥൻ സ്നേഹത്തോടെ പറഞ്ഞു. മറുപടിയൊന്നും പറയാൻ കഴിയാതെ ശരി അച്ഛൻ എന്ന് പറഞ്ഞ് നെച്ചു സങ്കടത്തോടെയും ദേഷ്യത്തോടെയും തന്റെ മുറിയിലേക്ക് പോയി. അവൾ പെട്ടെന്ന് തന്നെ ദിയെയും മറ്റു കൂട്ടുകാരെയും വിളിച്ച് കാര്യം പറഞ്ഞു.
എടി എന്നെ കെട്ടിച്ചു വിടാൻ നോക്കുക, നാളെ ചെക്കനും കുടുംബം വരും. നെച്ചു ഫോണിലൂടെ സങ്കടത്തോടെ പറഞ്ഞു. ഞങ്ങൾ അറിഞ്ഞു മുത്തേ, ഭദ്രാമ ഞങ്ങളോട് പറഞ്ഞിരുന്നു. പിന്നെ നമ്മുടെ ഡിഗ്രി കഴിയാറായില്ലേ, ഇനി PGക്ക് അവർ പഠിപ്പിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ജാതകത്തിൽ പറഞ്ഞ പ്രശ്നമായതുകൊണ്ടല്ലേ മുത്തേ. കാവ്യോളെ ആശ്വസിപ്പിച്ചു. നീ പേടിക്കണം നെച്ചു, നാളെ ഞങ്ങൾ രാവിലെ തന്നെ നിന്റെ വീട്ടിലേക്ക് വരാം. ഇഷു കൂട്ടിച്ചേർത്തു. പിറ്റേന്ന് രാവിലെ നെച്ചുവിന്റെ വീട് തിരക്കിലമർന്നു. ഭദ്രാമ പലഹാരങ്ങളും ചായയും ഒരുക്കുന്ന തിരക്കിലാണ്. കൂടെ ഐഷുമ്മയും സുഭദ്രാമയും സീതാമയും ഒക്കെ ഉണ്ട്. ദിയും കാവ്യയും മിഷലും നേരത്തെ തന്നെ നെച്ചുവിന്റെ മുറിയിലെത്തിയിരുന്നു. എന്റെ നെച്ചു, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ദിയ ചോദിച്ചു. എനിക്കറിയില്ല ദിയും, എനിക്ക് വല്ലാതെ പേടിയാവുക. നെച്ചു, നീ ഒരു കാര്യം ചെയ്യും, ചായ എടുക്കുമ്പോൾ തെന്നി വീഴുന്ന പോലെ അഭിനയിക്കുക, അലി കണ്ണു രണ്ടും തള്ളി വട്ടാണെന്ന് തോന്നിപ്പിക്കുക. കാവ്യ ചിരിച്ചുകൊണ്ട് വിട്ടിത്ത് ഉപദേശിച്ചു. എന്റെ പൊന്നെ ഒന്ന് നിർത്ത്, ഇവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ ഒരു തമാശ. നെച്ചു ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും ഭദ്രാമ ഒരു മനോഹരമായ പച്ചക്കറിയുള്ള സെറ്റ് സാരിയുമായി മുറിയിലേക്ക് വന്നു. മോളെ നെച്ചു, അവരിപ്പോൾ വരും, നീ വേഗം ഈ സാരി എടുത്ത് റെഡിയാവും. മക്കളെ, അവളെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞ് സാരി നെച്ചുവിന്റെ കയ്യിൽ കൊടുത്തു. കൂട്ടുകാരികളുടെ സഹായത്തോടെ നെച്ചു സാരിയെ കൊടുത്തു. പേടിയും വിഷമവും കാരണം അവളുടെ മുഖം വാടിയിരുന്നു. അല്പസമയത്തിന് ശേഷം ഭദ്രാമ വന്ന് ചായ പലഹാരങ്ങൾ അടങ്ങിയ ട്രേ നെച്ചുവിന്റെ കയ്യിൽ കൊടുത്തു. മോളെ, പതുക്കെ ഹാളിലേക്ക് നടക്ക്. നെച്ചു വിറക്കുന്ന കൈകളോടെ ചായക്കപ്പുകളുമായി ഹാളിലേക്ക് നടന്നു. കൂട്ടുകാരികൾ 3 പേരും മുറിയുടെ വാതിലിനിടയിലൂടെ ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ഹാളിലെത്തിയ നെച്ചു ആദ്യം കണ്ടത് ഐശ്വര്യമുള്ള ഒരു അമ്മയാണ്. നീല കളർ കോട്ടൺ സാരി ഉടുത്ത് അവർ നെച്ചുവിനെ നോക്കി മനോഹരമായി ചിരിച്ചു. നെച്ചു അവരെ കണ്ട് ഞെട്ടി. ദേവിയേ, ആൾ അറിയാതെ മനസ്സിൽ വിളിച്ചുപോയി. ആളെ അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. ധ്രുവിന്റെ അമ്മ ലക്ഷ്മി അമ്മ. അപ്പൊ ചെക്കൻ? നെച്ചു സാവധാനം അച്ഛന്റെ അരികിലിരിക്കുന്ന ആളെ നോക്കി. നല്ല വെളുത്ത ഷർട്ടും മുണ്ടും എടുത്ത് മീശയൊക്കെ ഒതുക്കി ചുണ്ടിലൊരു വില്ലൻ ചിരിയുമായി ഇതായിരിക്കുന്നു ASP ധ്രുവ് കൃഷ്ണ. അവന്റെ തൊട്ടടുത്ത് കള്ളച്ചിരിയോടെ വിഷ്ണു ഇരിപ്പുണ്ട്. ധ്രുവിനെ കണ്ടത് നെച്ചുവിന്റെ കയ്യിൽ ട്രേ അറിയാതെ ഒന്ന് വിറച്ചു. ചായക്കപ്പുകൾ പരസ്പരം തട്ടി ശബ്ദമുണ്ടാക്കി. ആളുടെ കണ്ണ് രണ്ടും തള്ളി വന്നു. ചെക്കനെ കണ്ട് മുറിയിൽ ഒളിഞ്ഞു നോക്കിയായിരുന്നു നെച്ചുവിന്റെ ചങ്സിന്റെ കിളി പോയി. വാ മോളെ, ചായ കൊടുക്ക്, വിശ്വനാഥൻ പറഞ്ഞു. നെച്ചു ധ്രുവിന്റെ അമ്മയ്ക്ക് ചായ നൽകി. ആരവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചു. എനിക്ക് അന്ന് മരത്തിന്റെ മുകളിൽ കണ്ടപ്പോഴേ എന്റെ മോളെ ഒത്തിരി ഇഷ്ടപ്പെട്ടതാ, അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് വിശ്വനാഥനും ഭദ്രയും അത്ഭുതത്തോടെ നോക്കി. അതെപ്പോഴാ ഉണ്ടായത്? ഭദ്ര ചോദിച്ചു. ലക്ഷ്മിയമ്മ അന്ന് ദിവസം ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ എല്ലാവരും അത് കേട്ട് ചിരിച്ചു. ഈ 4 കൂടിയ ഇവരിവിടെ എല്ലാം തലകീഴായി മറിക്കും, സീതാമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മോളെ, ഇനി ചെക്കിന് കൊടുക്ക്, വിശ്വനാഥൻ പറഞ്ഞു. നെച്ചു ചായയുമായി ധ്രുവിന്റെ മുമ്പിലെത്തി. ആൾ ദേഷ്യം കൊണ്ട് പല്ലിറമിക്കൊണ്ട് അവർ നേരെ ചായ നീട്ടി. ധ്രുവ് ചായക്കപ്പ് കയ്യിലെടുക്കുന്നുണ്ടെങ്കിൽ മറ്റാരും കേൾക്കാതെ വളരെ പതുക്കെ പറഞ്ഞു. വണ്ടിയുടെ കാറ്റഴിച്ചു വിട്ടാ നേരെ എൻ്റെ വീട്ടിലെ ലോക്കപ്പിലേക്ക് വരാമെന്ന് ഞാൻ പറഞ്ഞല്ലടി കാന്താരി, ഇതാണ് നിനക്കുള്ള ശിക്ഷ. നെച്ചുവിന് നല്ല ദേഷ്യം വന്നെങ്കിലും അച്ഛന്റെ അമ്മയുടെയും മുന്നിലായതുകൊണ്ട് ആൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആ, ഇനി നിങ്ങൾ രണ്ടുപേരും കൂടി റൂമിലേക്ക് പോയി ഒന്ന് സംസാരിച്ചോളൂ, പരസ്പരം അറിഞ്ഞിരിക്കാലോ. വിശ്വനാഥൻ ആർക്ക് അനുവാദം നൽകി. റൂമിലെത്തിയ ഉടനെ നച്ചു ധ്രുവിന് നേരെ തിരിഞ്ഞു. താൻ എന്തോടെ വിചാരിച്ചേ? എന്നെ ഇങ്ങനെയാണോ ചതിക്കേണ്ടത്? എന്നെ പേടിപ്പിച്ചുകൂടാന്ന് വിചാരിച്ചോ? നച്ചു കൈകൾ ഇടുപ്പിൽ കുത്തി ദേഷ്യത്തോടെ ചോദിച്ചു. എടോ കാന്താരി, ഞാൻ ചതിച്ചല്ല. മാങ്ങ പൊട്ടിക്കാൻ വന്നപ്പോഴും പൂരപ്പറമ്പിൽ വെച്ച് തന്നോട് പറഞ്ഞ ഒരു കലിപ്പൻ പോലീസ് നിന്റെ പുറകിലുണ്ടെന്ന്. അന്ന് ആ ദാവണി വേഷത്തിൽ കണ്ടപ്പോഴേ എന്റെ ഈ ഹൃദയത്തിൽ കയറി കൂടിയതാ നീ. ധ്രുവ് വളരെ ഗൗരവത്തോടെ എന്നാൽ പ്രണയത്തോടെ അവിടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. അവനെ ആ പെട്ടെന്നുള്ള പ്രണയപ്രകടനം കണ്ട് നെച്ചുവിന്റെ സകലകളികളും പറന്നുപോയി. പെട്ടെന്ന് സ്ഥലകാലബോധം വന്ന നെച്ചു തിരിച്ചു ചോദിച്ചു. അയ്യോ, അപ്പൊ ഞാൻ നിന്നെ കെട്ടുമെന്ന് വിചാരിച്ചോ? എന്റെ മോളെ, ഞാൻ നിന്നെ കെട്ടുകയും ചെയ്യും. പിന്നെ അവൻ കള്ളച്ചിരിയോട് ആ മീശയൊന്ന് പിരിച്ചു. നീ കെട്ടും, പക്ഷെ ഞാൻ കഴുത്ത് നീട്ടി തരില്ല, നെച്ചു വിട്ടുകൊടുക്കാതെ പറഞ്ഞു. ധ്രുവ അവളെ തന്നെ വശ്യമായി നോക്കി നിന്നു. ആ സെറ്റ് സാരിയിൽ അവൾ അത്രയ്ക്ക് സുന്ദരിയായിരുന്നു. എന്താ ഇങ്ങനെ നോക്കുന്നേ? നെച്ചു വിക്കി വിക്കി ചോദിച്ചു. പെട്ടെന്ന് അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. ഒരു നിമിഷം ഇരു കണ്ണുകളും കോർത്തു. രണ്ടുപേരും പരസ്പരം നോക്കി നിന്നു. പെട്ടെന്ന് ബോധം വന്ന നെച്ചു അവനെ തള്ളി മാറ്റാൻ നോക്കി. എവിടെ? ചെകൻ ഗുസ്തിക്കാരെ വരെ തോൽപ്പിക്കുന്ന കരുത്തോടെ അവളോട് അടുത്തു കഴിഞ്ഞു. നെച്ചു പതുക്കെ പറഞ്ഞു. ഇപ്പൊ വിടാമോളെ, നിനക്ക് സമ്മതമല്ലേ? ഇപ്പൊ ശരിയായി തരാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൻ അവളുടെ അധരങ്ങൾ സ്വന്തമാക്കി. ആ ആദ്യ ചുംബനം അതിന്റെ എല്ലാ തീവ്രതയോടും കൂടി അവളിലേക്ക് പെയ്തിറങ്ങി. ഒടുവിൽ ശ്വാസം വിലങ്ങായപ്പോൾ അവൻ അവളിൽ നിന്ന് ചുണ്ടുകൾ അകറ്റി. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? ഇനിയും മോൾക്ക് സമ്മതമില്ലെങ്കിൽ എന്റെ രീതി മാറും. പിന്നെ കല്യാണം കഴിഞ്ഞാൽ എന്റെ വണ്ടിയുടെ കാറ്റഴിച്ചു വിടാൻ നോക്കിയാലേ നിന്നെ ഞാൻ കൈവിലങ്ങ് വെച്ച് എന്റെ മുറിയിൽ പൂട്ടിയിടും.
അവൻ മീശ വിരിച്ച് കള്ളച്ചിരിയോടെ ഭീഷണിപ്പെടുത്തി. നെച്ചു അപ്രതീക്ഷിതമായി കിട്ടിയ ആ ചുംബനത്തിൽ പകച്ച് നിൽക്കുകയായിരുന്നു. പതിയെ അവളുടെ ചുണ്ടിലും ഒരു മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. അപ്പൊ ഞാനങ്ങോട്ട് പോട്ടെ. നക്ഷത്ര ധ്രുവകൃഷ്ണ ആവാൻ ഒരുങ്ങിയിരുന്നോ മോളെ? ധ്രുവ് പറഞ്ഞു. രണ്ടുപേരും ആളിലേക്ക് വരുമ്പോഴും ദീയും കാവ്യേശ്വലും വിഷ്ണുമൊക്കെ പൂരപ്പറമ്പിലെ കാര്യങ്ങളും വണ്ടിയുടെ കാറ്റഴിച്ചുവിട്ട കഥയുമെല്ലാം ആട് വിളമ്പിയിരുന്നു. ആളിലാകെ ചിരിമയമായിരുന്നു. ആ അപ്പൊ ഇനി ഒന്നും നോക്കാനില്ല, നമുക്കിതങ്ങ് ഉറപ്പിക്കാം, വിശ്വനാഥൻ സന്തോഷത്തോടെ പറഞ്ഞു. അതെ അത് തന്നെ, എനിക്ക് ഈ കുറുമ്പിയെ തന്നെ മതി മോളായിട്ട്. ലക്ഷ്മിയമ്മ ഒപ്പം കൂടി. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായെന്ന് വെച്ചു നാണത്തോടെ മിണ്ടാതിരുന്നു. യാത്ര പറഞ്ഞു മടങ്ങുന്ന നേരം ധ്രുവ് ആരും കേൾക്കാതെ ആളുടെ കാതിൽ പതുക്കെ പറഞ്ഞു. കാന്താരി മോളെ, എത്രയും പെട്ടെന്ന് ഒഴിക്കോ, പണി വരുന്നുണ്ട് മോളെ. ആരൊരു കള്ളച്ചിരിയോടെ പടിയിറങ്ങി. യാത്ര പറഞ്ഞ് ധ്രുവും കുടുംബവും മുറ്റത്തേക്ക് ഇറങ്ങി. വണ്ടിയിൽ കയറാൻ നേരം ധ്രുവ് തിരിഞ്ഞു നോക്കി. നെച്ചുവിന് മാത്രം മനസ്സിലാവുന്ന രീതിയിൽ കണ്ണൊന്ന് ചിമ്മി മീശയൊന്ന് പിരിച്ചു. വണ്ടി ദൂരേക്ക് മറയുന്നവരെ നെച്ചു അവിടെ തന്നെ കൺവെട്ടാ നിന്നു. അവർ പോയ വഴിയിലേക്ക് നോക്കി വായ പൊളിച്ചേൽക്കുന്ന നെച്ചുവിനെ ദീയും കാവ്യയും തോണ്ടി വിളിച്ചു. എന്താ? ഏതോ ലോകത്തെന്ന പോലെ നെച്ചു മറുപടി പറഞ്ഞു. എന്റെ പൊന്നു നെച്ചു, നിന്റെ കിളികളൊക്കെ പോയോ? റൂമിൽ വെച്ച് ആ കലിപ്പ് നിനക്ക് എന്ത് പണിയടി തന്ന്? നീ അവളുടെ തോളിൽ തട്ടി ചോദിച്ചു. ഒന്ന് പോടി, ആ കാലിനെ പേടിപ്പിച്ച് കൊല്ലാന്ന് വിചാരിച്ചോ? അവനെന്നെ അറിയില്ല. ചുണ്ടുകളുടെ ആ പ്രണയ ചൂടിൽ നിന്നും പതുക്കെ മോചിതയായി നെച്ചു വീണ്ടും കട്ടക്കലിപ്പിലേക്ക് മാറി. അല്ല മോളെ, നിന്റെ ആ ചുണ്ടിലെ ചുവപ്പും മുഖത്തെ നാണവും കണ്ടിട്ട് ഞങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ തോന്നിയത്. കാവ്യ വായവത്തി ചിരിച്ചു. എന്ത്? നെച്ചു ഒന്ന് പതറി. എന്താ മോളെ ഒരു വിറയില്? കലിപ്പം കനത്തിലെന്തോ തന്നല്ലോ. ഈശുവും ചേർന്ന് കളിയാക്കി. അപ്പോഴേക്കും ആളിൽ നിന്ന് അച്ഛന്റെ ശബ്ദം കേട്ടു. മോളെ നെച്ചു, ചെക്കനും കുടുംബത്തിനും നിന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിന്റെ ഡിഗ്രി പരീക്ഷകൾ കഴിയാൻ ഈ ഒരു 3 മാസം കൂടിയല്ലേ ഉള്ളൂ, അത് കഴിയട്ടെ. തൊട്ടടുത്ത മാസം തന്നെ കല്യാണം നടത്താം, നമുക്കിതങ്ങ് ഉറപ്പിക്കാം. വിശ്രമിക്കാൻ വരട്ടെ. നെച്ചുവിന്റെ കാര്യം മാത്രമല്ല, ഈ കുരിപ്പുകൾ കൂടി നമ്മൾ നോക്കണ്ടേ? സീതാമ്മ ബാക്കിയുള്ളവരെ നോക്കി ചിരിയോടെ പറഞ്ഞു. ആ അത് ശരിയാ, അതും നോക്കണം. ദീയുടെ അച്ഛൻ ശങ്കരനോട് ശരിവെച്ചു. കൂട്ടുകാരികളെ നോക്കി നെച്ചു പതുക്കെ പറഞ്ഞു. മക്കളെ, നിങ്ങളും പെട്ടു. പടച്ചോനെ, ഞങ്ങളും പെട്ടല്ലോ ഗൈസ്. ഇഷു തലയിൽ കൈവച്ചു. അങ്ങനെ 4 വീട്ടുകാരും അവിടെ യുവാ ചർച്ചകളിൽ മുഴുകി. എല്ലാവരും സന്തോഷത്തോടെ ചിരിക്കുമ്പോൾ നെച്ചു മാത്രം മനസ്സിൽ ധ്രുവിനെ ഓർത്തുകൊണ്ട് ഒരു കഠിന പ്രതിജ്ഞ എടുത്തു. ഈ 3 മാസം കൊണ്ട് നിനക്കിട്ട് ഞാൻ നല്ലൊരു 1.5 പണിയിരുന്നുണ്ട് മോനെ ധ്രുവേ. പിന്നീടുള്ള ദിവസങ്ങളിൽ ധ്രുവിന്റെ ഭാഗത്തുനിന്ന് മെസ്സേജുകളുടെയും കോളുകളുടെയും പെരുമഴയായിരുന്നു. എന്താണ് ഈ കാന്താരി, നിന്റെ പിണക്ക് മാറിയില്ലേ? നിന്റെ ഡിഗ്രി കഴിയാൻ ഞാൻ ദിവസങ്ങളിൽ കാത്തിരിക്കുക കേട്ടോ എന്ന് ധ്രുവ് മെസ്സേജ് അയക്കുമ്പോൾ, താൻ കൂടുതൽ കാത്തിരിക്കേണ്ട, തനിക്ക് ഞാൻ തരാനുള്ള സർപ്രൈസായിട്ട് എന്നെ തരുന്നുണ്ട് എന്ന് നച്ചു തിരിച്ചും കടുപ്പിച്ച് തന്നെ റിപ്ലൈ കൊടുത്തു. ഈ 3 മാസത്തിനിടയിൽ ധ്രുവ് നേരിട്ട് കാണാൻ വരുമ്പോഴൊക്കെ നച്ചു തന്റെ കലിപ്പ് വാവൊട്ടും കുറച്ചില്ല. ധ്രുവിനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്ന ചിന്ത മാത്രമായിരുന്നു അവളുടെ തലയിൽ. അങ്ങനെ പഠനവും പരീക്ഷകളുമൊക്കെയായി ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി. കാത്തിരിപ്പുകൾക്കൊടുവിൽ നെച്ചുവിന്റെ അവസാന വർഷ ഡിഗ്രി പരീക്ഷകൾ അവസാനിച്ചു. പരീക്ഷ എല്ലാം കഴിഞ്ഞ് ഒരു ദിവസം വൈകുന്നേരം 4 സംഘം കൂടി കോളേജിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയായിരുന്നു. പതിവ് പോലെ തമാശകളും പറഞ്ഞ് ടൗണിലൂടെ നടക്കുന്നതിനിടയിലാണ് റോളരികിൽ ഒരു വിജനമായ ഇടവഴിയിൽ നിന്നും വലിയ ബഹളവും നിലവിളിയും കേട്ടത്. എന്താടി അവിടെ ഒരു ബഹളം? കാവ്യ പേടിയോടെ ചോദിച്ചു. വാ, നമുക്കൊന്ന് പോയി നോക്കാം. വായാടിയായ നെച്ചുവിന് എന്തെങ്കിലും ഒരു കൗതുകം കൂടുതലാണല്ലോ. ആൾ കൂട്ടുകാരികളെയും വലിച്ച് അങ്ങോട്ട് നടന്നു. അവിടെ ഒരു വശത്തായി ധ്രുവിന്റെ വണ്ടിയും പോലീസ് ജീപ്പും കിടക്കുന്നുണ്ടായിരുന്നു. തൊട്ടപ്പുറത്തെ കാഴ്ച കണ്ട് 4 പേരുടെയും സകലകളികളും ദാ ഒറ്റയടിക്ക് പറന്നുപോയി. ഫുൾ പോലീസ് യൂണിഫോമിൽ കൈകൾ ചുരുട്ടിപ്പിടിച്ച് കലിപ്പിന്റെ അറ്റത്ത് നിൽക്കുകയാണ് ACP ധ്രുവകൃഷ്ണ. അവന്റെ മുന്നിൽ ഗുണ്ടകളെ പോലെയുള്ള 3-4 ക്രിമിനലുകൾ ചോരയൊലിപ്പിച്ച് നിലത്ത് കിടന്ന് പ്രാണന് വേണ്ടി യാചിക്കുന്നുണ്ടായിരുന്നു. സാറേ, അറിയാതെ പറ്റിപ്പോയതാ സാറേ, ഇനി നാട്ടിൽ ഞങ്ങൾ കാണില്ല. ഒരു ക്രിമിനൽ ധ്രുവിന്റെ കാല് പിടിച്ച് കരഞ്ഞു. നിർത്തണം നായ്ക്കളെ, പെൺകുട്ടികളുടെ നേരെ കൈ നീട്ടാൻ നിനക്കൊക്കെ അത്രക്ക് ധൈര്യമായടാ പുല്ലേ എന്ന് ഗർജിച്ചുകൊണ്ട് ധ്രുവ് ഒരൊറ്റ ചവിട്ട് വെച്ച് കൊടുത്തു. അതിലൊരുവൻ തെറിച്ച് വീണ് ഭിത്തിയിലിടിച്ച് വീണു. ധ്രുവിന്റെ ആ രൗദ്രഭാവവും ഗുണ്ടകളെ പഞ്ഞിയാക്കുന്ന അടിയും കണ്ട് നെച്ചു അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പോയി. വായും പൊളിച്ച് അവൾ തരിച്ചു നിന്നു. വീട്ടിൽ വന്ന് തന്നോട് കള്ളച്ചിരിയോടെ സംസാരിക്കുന്ന ആൾ തന്നെയാണോ ഇത്? എന്റെ ദേവിയെ, ഇയാൾക്കിട്ടാണോ ഞാൻ പണിയെടുക്കാൻ നടക്കുന്നത്? ആൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്റെ പൊന്നോ, ഇതാണോടി നിന്റെ ഭാവി വരൻ? ഇവൻ മനുഷ്യനല്ല, സിംഹാട്ടാ. നീ പേടിച്ചു വിറച്ചുകൊണ്ട് നച്ചുവിന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. നെച്ചു, നീ ഭാഗ്യവതിയടി. പക്ഷെ കല്യാണം കഴിഞ്ഞാൽ നീ ഒരു അക്ഷരം എടുത്തു പറയത്, ഇല്ലെങ്കിൽ നിന്റെ എല്ലാവരും ഇളക്കും. കാവ്യീശലും പതുക്കെ കളിയാക്കി. അടിയൊക്കെ കഴിഞ്ഞ് യൂണിഫോമിലെ പൊടിയൊക്കെ തട്ടി മാറ്റി ധ്രുവ് തിരിഞ്ഞപ്പോഴാണ് വഴിയിൽ വായും പൊളിച്ച് നിൽക്കുന്ന 4 സംഘത്തെ കണ്ടത്.
നെച്ചുവിന്റെ ആ കിളി പോയ ഭാവം കണ്ടതും ധ്രുവിന്റെ മുഖത്ത് ആ കടുപ്പമെല്ലാം മാറി. അവിടെ ആ പഴയ വശ്യമായ കള്ളച്ചിരി തിരിച്ചെത്തി. അവൻ പതിയെ മീശയൊന്ന് പിരിച്ച് നെച്ചുവിന്റെ അടുത്തേക്ക് നടന്നു വന്നു. ആൾ പേടി കൊണ്ട് ഒരടി പുറകോട്ട് വെച്ചു. ധ്രുവ അവിടെ തൊട്ടു മുമ്പിൽ വന്ന് നിന്ന് ചുണ്ടിൽ ആ കള്ളച്ചിരിയോടെ പതുക്കെ ചോദിച്ചു, എന്താടി കാന്താരി, നിനക്കിപ്പോഴും എന്റെ വണ്ടിയുടെ കാറ്റഴിച്ചുവിടാൻ തോന്നുന്നുണ്ടോ? നെച്ചു നീരക്കിക്കൊണ്ടൊന്നും മിണ്ടാനാവാതെ ഇല്ലെന്ന് തലയാട്ടി. എന്റെ പൊന്നു ധ്രുവേട്ടാ, നിങ്ങൾ പൊളിയാട്ടോ, ദിയ പെട്ടെന്ന് പറഞ്ഞു. ഓ, മക്കൾക്ക് വീട്ടിൽ പോകാനായില്ലേ? പിന്നെ മോളെ ദിയ, നിന്റെയും വിഷ്ണുവിന്റെയും ഒളിച്ചളി ആർക്കും അറിയില്ലെന്ന് കരുതിയോ? അങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ, ധ്രുവ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. അയ്യോ ധ്രുവേട്ട, ദിയ വിക്കിപ്പോയി. ആ, ധ്രുവേട്ടൻ തന്നെ, ധ്രുവ് തിരിച്ചടിച്ചു. പിന്നെ ഇത് നിങ്ങൾ 3 പേർക്ക് അറിയാമെന്ന് എനിക്കറിയാം. ഒരു മനസ്സും 4 ശരീരമല്ലേ നിങ്ങൾ? പിന്നെ ഈ കാന്താരി മുളകിന് എന്നോട് തർക്കുത്തരം പറയാനേ സമയമുള്ളൂ. ഇതൊന്നും അവൾ പറഞ്ഞു തരില്ല. ശരിയായി തരാം മോളെ, അടുത്ത മാസം കല്യാണം കഴിയട്ടെ. ധ്രുവ് മീശയൊന്ന് പിരിച്ചു. ശരിയാക്കുന്ന കൊള്ളാം ധ്രുവേട്ട, ഞങ്ങളുടെ നെച്ചിനെ ജീവനോട് ബാക്കി വെച്ചേക്കണേ, ഈശു കളിയാക്കി. മോളെ ഈശ്വരനെയൊക്കെ നിന്നെയും അപ്പോഴേക്ക് ആരെങ്കിലും ഏൽപ്പിക്കണം. അപ്പൊ ഈ നാക്കിന് ഇത്ര നീളം ഉണ്ടാവില്ല. അവരുടെ വർത്തമാനം കേട്ടിച്ചിരിക്കുന്ന കാവ്യയോടും കൂടി ധ്രുവ് പറഞ്ഞു. രണ്ടുപേരൊന്ന് പല്ലിളിച്ച് കാട്ടി. അവരെ നോക്കി നിൽക്കുന്ന നെച്ചുവിനെ ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ ധ്രുവ അരിയിലേക്ക് ചേർത്ത് പിടിച്ചു. പിന്നെ മക്കളെ, നിങ്ങൾ വണ്ടി കയറിക്കോ, ചേട്ടൻ ഈ സൾഫ്യൂരിക് ആസിഡിന്റെ വീര്യം കുറക്കാൻ പറ്റുമോ നോക്കട്ടെ. ആയിക്കോട്ടെ, പക്ഷെ റോഡാ, രണ്ടും മറക്കണ്ട, മോരും വണ്ടിയിൽ കയറുന്നവർ വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും പോലീസ് ജീപ്പിൽ ബാക്കി പോലീസുകാർ ഗുണ്ടകളുമായി പോയിരുന്നു. നെച്ചുവിന്റെ അടുത്തേക്ക് മീശി പിരിച്ച് ഒരു വശ്യമായ നോട്ടത്തോടെ അവൻ നടന്നു വന്നു. എങ്ങോട്ടാ? നെച്ചു വിക്കി വിക്കി ചോദിച്ചു. നിനക്ക് ഫോം വിളിച്ചാൽ എടുത്തൂടെ? ധ്രുവ് വ്യാജമായ കലിപ്പിൽ ചോദിച്ചു. അത് എക്സാം ആയതുകൊണ്ടാ, നെച്ചു പതുക്കെ പറഞ്ഞു. എപ്പോഴും കടിച്ചു കയറാൻ വരുന്ന ഈ പെണ്ണിന്റെ ഇപ്പോഴത്തെ ഭാവം കണ്ട് ധ്രുവിന് ചിരി വന്നു. ഗുണ്ടകളെ പഞ്ഞിക്കിടന്ന് കണ്ട് കൊച്ചൊന്ന് പേടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് അവനവിടെ കൈകൾ പിടിച്ചുകൊണ്ട് ഇണക്കത്തോടെ ചോദിച്ചു, എന്റെ കാന്താരി പേടിച്ചു പോയോ? ആൾ തലയാട്ടി. നീ പേടിക്കണ്ട, നിന്നെ ഞാൻ ഇതുപോലെ തല്ലില്ല. അന്ന് പെണ്ണാണലിനെ ചെയ്തില്ലേ, അതുപോലെ നോക്കും. ആളുടെ കണ്ണുകളിലേക്ക് നോക്കി ധ്രുവ് പറഞ്ഞു. ഇരുവരുടെയും മിഴികൾ പരസ്പരം കോർത്തു. ഹലോ മക്കളെ, ഇത് പൊതുവഴിയാ, ഓർമ്മ വേണം, ദിവ്യ കാറിന്റെ ഗ്ലാസ് അഴുത്തി കളിയാക്കി വിളിച്ചു പറഞ്ഞു. അവളുടെ ശബ്ദമാണ് ആ പ്രണയ നിമിഷത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ച്. വാ പോ, ഇനിയോട് നാളെ എന്റെ കൺട്രോൾ പോവും. ചിരിച്ചുകൊണ്ട് ധ്രുവ് നെച്ചുവിന്റെ കൈ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റി. ഗുണ്ടകളെ തല്ലിച്ചടക്കുന്ന ധ്രുവിന്റെ ആ സിംഹലുക്ക് കണ്ടത് മുതൽ നെച്ചുവിന്റെ ഉള്ളിലെ കലിപ്പൊക്കെ പമ്പടന്നിരുന്നു. എങ്കിലും വണ്ടിയിലിരുന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ധ്രുവിന്റെ ആ കള്ളച്ചിരിയും പ്രണയം നിറഞ്ഞ നോട്ടവും കാണുമ്പോൾ അവൾ ഒളിഞ്ഞു നോക്കാനും പിടിക്കപ്പെടുമ്പോൾ വേഗം മുഖം തിരിക്കാനും മറന്നില്ല. വണ്ടി നെച്ചുവിന്റെ വീട്ടുപടിക്കൽ വന്ന് നിന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നേരം ധ്രുവ് അവളുടെ കയ്യിൽ ചെറുതായി ഒന്നുകൂടി അമർത്തി. അതെ, നാളെ അമ്മയും ഞാനും കൂടി വരുന്നുണ്ട്, കല്യാണക്കുറി അടിക്കാൻ കൊടുക്കാനുള്ള തീയതി കുടിക്കാൻ. ഒരുങ്ങി നിന്നാണ് എന്റെ കാന്താരി മോളെ എന്ന് കാതിൽ മന്ത്രിച്ചു. നെച്ചു നാണം കൊണ്ട് ഒന്നും മിണ്ടാതെ വേഗം വണ്ടിയിൽ നിന്നിറങ്ങി ഉള്ളിലേക്ക് ഓടി. അവളകത്തേക്ക് കയറിയതും ദിയ ആകുലതയോടെ ചോദിച്ചു, എടി നെച്ചു, നിനക്ക് ധ്രുവേട്ടനോട് ഇപ്പൊ ഇഷ്ടക്കുറവൊന്നുമില്ലല്ലോ അല്ലേ? ആ, ഞങ്ങളോ അതിനെ ചോദിക്കാൻ കരുതിയത്. കാവീശയിലൊപ്പം കൂടി. ഒന്ന് പോടി മക്കളെ, എനിക്ക് ആ കളിപ്പന ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷെ പുള്ളി എന്നെ കുറച്ചൊന്നുമല്ലോ കളിപ്പിച്ച്, അതിനുള്ള ചെറിയൊരു പണിഷ്മെന്റ് കൊടുക്കണ്ടേ? അങ്ങേരോട് ഇങ്ങനെ കട്ടക്ക് നിവർന്നില്ലെങ്കിലേ എന്നെ റൊമാൻസ് ചെയ്ത് വീഴ്ത്തൂടി. അവസാനം എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടി ഞാൻ ചത്തുപോകും. അവസാനത്തെ ഡയലോഗ് നെച്ചു മനസ്സിലാണ് പറഞ്ഞ്. ഓ, നിന്റെ പണിഷ്മെന്റ് ഒക്കെ ധ്രുവേട്ടൻ കല്യാണം കഴിഞ്ഞ് ശരിയായിക്കോളും, ഈഷൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് ഇന്ന് എന്തായിരുന്നു പൂരപ്പറമ്പിൽ രണ്ടിനെയും നോട്ടം? ഞാൻ വന്ന് വിളിച്ച് മാറ്റിയില്ലായിരുന്നില്ലേ അവിടെ എന്തെങ്കിലും നടന്നേനെ. കാവ്യ കളിയാക്കിയതും നെച്ചോടെ വായ പൊത്തിപ്പിടിച്ചു. മുത്തേ മതി, നിർത്തിക്കേ എന്നും പറഞ്ഞ് ആൾ സ്വന്തം റൂമിലേക്ക് ഓടി രക്ഷപ്പെട്ടു. പിറ്റേന്ന് രാവിലെ നെച്ചൊരു ഭംഗിയുള്ള നീല ചുരിദാറൊക്കെ ഇട്ട് സുന്ദരിയായി ഒരുങ്ങി നിന്നു. ഉള്ളിൽ ചെറിയൊരു വെപ്രാളം ഒളിപ്പിച്ചു വെച്ചായിരുന്നു അവിടെ നിൽപ്പ്. അധികം വൈകാതെ തന്നെ ധ്രുവും ലക്ഷ്മിയമ്മയും വിഷ്ണുവൊക്കെ നെച്ചുവിന്റെ വീട്ടിലെത്തി. ബ്ലാക്ക് ഷർട്ടും വൈറ്റ് പാന്റും ഇട്ട് കട്ട സ്റ്റൈലിഷ് ലുക്കിലായിരുന്നു ധ്രുവ് വന്നിറങ്ങിയത്. അവന്റെ ആ വരവ് കണ്ടപ്പോൾ നെച്ചുവിന്റെ ഹൃദയം ഒന്ന് പാളി. കൂട്ടത്തിൽ ധ്രുവിന്റെ അമ്മാവൻ, അതായത് വിഷ്ണുവിന്റെ അച്ഛനും ഉണ്ടായിരുന്നു. പതിവ് പോലെ നമ്മുടെ 4 സംഘം അവിടെ നേരത്തെ തന്നെ ഹാജരുണ്ടായിരുന്നു. മുതിർന്നവരുടെ ചർച്ചക്കൊടുവിൽ അടുത്ത മാസം തന്നെ കല്യാണം നടത്താൻ തീരുമാനമായി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അടുത്ത മാസം 18-ാം തീയതി മംഗല്യം. വിശ്വനാഥൻ സദസ്സിലേക്ക് നോക്കി പ്രഖ്യാപിച്ചപ്പോൾ ആളിലാകെ സന്തോഷത്തിന്റെ ആരവം ഉയർന്നു. ആ, അത് തന്നെ. ആ ദിവസം കല്യാണത്തിന് തൊട്ടു മുമ്പ് തന്നെ ചെറിയൊരു ചടങ്ങോടെ മോതിരമാറ്റം കൂടി നടത്താം. അല്ലാതെ ഇനി ഇതിനായിട്ട് വേറൊരു നിശ്ചയ ചടങ്ങ് വെക്കേണ്ടയില്ല, വിഷ്ണുവിന്റെ അച്ഛൻ നിർദ്ദേശിച്ചു. അത് മതിയേട്ടാ, ധ്രുവിന് ഒരുപാട് ആഘോഷങ്ങളൊന്നും അധികം താല്പര്യമില്ല. ലക്ഷ്മി അമ്മ അത് ശരിവെച്ചു.
എന്നാൽ ഈ സമയം അത്രയും നെച്ചുവിന്റെ ശ്രദ്ധ മുഴുവൻ മറ്റൊരു കാര്യത്തിലായിരുന്നു. ദിയയുടെയും വിഷ്ണുവിന്റെയും ഒളിച്ചുകളി. വിഷ്ണു ദിയയെ നോയി കണ്ണു ചിമ്മുന്നു. ദിയ അത് കണ്ട് ആരും കാണാൻ നാണിക്കുന്നു. നെച്ചുവിന്റെ മൂർച്ചയുള്ള കണ്ണുകളിൽ പെട്ടു. അവൾ ഈശലിനെയും കാവ്യയും തോണ്ടി ഒരു വശത്തേക്ക് വിരൽ ചൂണ്ടി. മക്കളെ, ഇവരുടെ കാര്യം കൂടി ഇപ്പൊ തന്നെ അങ്ങ് പറയണ്ടേ? നെച്ചു പതുക്കെ ചോദിച്ചു. ആ മോളെ, നീ ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കോ. നിന്റെ കൂടെ ഇപ്പതാ ധ്രുവേട്ടനുണ്ടാവും. ഈശൽ ധ്രുവിനെ നോയി കണ്ണു കാണിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് നെച്ചു വിഷ്ണുവിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്താ വിഷ്ണുവേട്ടാ ഒരു നോട്ടം? ഞങ്ങളോടൊന്നും പറയാതെ ഒളിച്ചളി തുടങ്ങിയല്ലേ? നെച്ചു ഇടുപ്പിൽ കൈകുത്തിക്കൊണ്ട് ചോദിച്ചു. ഹാളിലുള്ളവരെല്ലാം പെട്ടെന്ന് സംസാരം നിർത്തി കൗതുകത്തോടെ അവരെ നോക്കി. വിഷ്ണു ആകെ ഇളിപ്പിനായി തലയുറിഞ്ഞു. അത് പിന്നെ അബജി ദാ ഇവളെ പരസ്യമായിട്ട് കൊടുക്കാൻ നോക്കുക. വിഷ്ണു പേടി അഭിനയിച്ച് ലക്ഷ്മി അമ്മയുടെ പുറകിൽ ഒളിച്ചു. ലക്ഷ്മി അമ്മ ചിരിച്ചു പറഞ്ഞു. എനിക്ക് പണ്ടേ അറിയാടാ നെച്ചു മോളെ, ഇവൻ കുറെ കാലമായി ദിയമോളുടെ പുറകെ നടപ്പാ. അപ്പോഴാണ് ദിയയുടെ അച്ഛൻ ശങ്കർ ഇടപെട്ടത്. എന്റെ മോൾ എന്നോട് പറഞ്ഞില്ലെങ്കിലും ധ്രുവമോൻ ഈ കാര്യം മുമ്പ് എന്നോട് സൂചിപ്പിച്ചിരുന്നു. വിഷ്ണുവിന്റെ അച്ഛനും അമ്മയും എന്ത് പറയുന്നു? ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതാ ശങ്കരൻ നായരെ. ഇവൻ ഇക്കാര്യം ഞങ്ങളോടും പറഞ്ഞിരുന്നു. വിഷ്ണുവിന്റെ അച്ഛൻ പറഞ്ഞോടെ ആളിൽ വീണ്ടും ചിരി വളർന്നു. നാണം സഹിക്കാനാവാതെ ദിയ അവിടുന്ന് ഓടിപ്പോയി നെച്ചുവിന്റെ മുറിയിൽ ഒളിച്ചു. കാവ്യേശലും ആളുടെ പുറകെ പോയി നന്നായി കളിയാക്കാൻ തുടങ്ങി. ഈ സമയം അത്രയും ധ്രുവിന്റെ കണ്ണ് നെച്ചുവിന്റെ മുഖത്ത് തന്നെയായിരുന്നു. ആ നീല ചുരിദാറിൽ അവൾ എത്ര മനോഹരമായാണ് ദേഷ്യപ്പെടുന്നതെന്നും കുറുമ്പ് കാട്ടുന്നതെന്നും അവൻ നോക്കി ആസ്വദിക്കുകയായിരുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം ഉറപ്പിച്ച് ധ്രുവിന്റെ വീട്ടുകാർ ഇറങ്ങാൻ നേരം ധ്രുവ് ആരും കാണാൻ നെച്ചുവിനരികിലേക്ക് നീങ്ങുന്നു അവളുടെ ചെവിയിൽ പതുക്കെ പറഞ്ഞു. അപ്പൊ ഇനി കൃത്യം 1 മാസം എന്റെ കാന്താരി മുളകെ നിന്നെ ഞാൻ ശരിയാക്കി തരാൻ കേട്ടോ. ഒരു കള്ളച്ചിരിയോടെ മീശയും പിരിച്ച് അവൾക്കൊരു സൈറ്റ് മടിച്ച് അവൻ പടിയിറങ്ങിപ്പോയി. നെച്ചു ദേഷ്യം അഭിനയിച്ച് മുഖം തിരിച്ചു. പിന്നീട് അങ്ങോട്ട് കല്യാണ തിരക്കുകളുടെ നാളുകളായിരുന്നു. നെച്ചുവിന്റെ വീടും ധ്രുവിന്റെ വീടും ഒരുപോലെ കല്യാണ ഒരുക്കങ്ങളിൽ മുഴുകി. വസ്ത്രങ്ങൾ എടുക്കാനും സ്വർണം വാങ്ങാനുമൊക്കെയായി അവർ ഓടി നടന്നു. നെച്ചുവിന്റെ കൂടെ അവളുടെ കട്ട ചങ്സ് എപ്പോഴും ഉണ്ടായിരുന്നു. ഡാൻസ് പ്രാക്ടീസും പാട്ടുകളുമായി അവർ വീട് തലകീഴായി മറിച്ചു. എന്നാൽ കല്യാണ തീയതി അടുക്കുന്തോറും നെച്ചുവിനുള്ളിൽ ആകെ വെപ്രാളവും പേടിയും കൂടാൻ തുടങ്ങി. ഇതുവരെ പിടിച്ചിരുന്ന പോലെ കല്യാണം കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. കല്യാണം കഴിഞ്ഞിട്ടും കലിപ്പന വട്ടാക്കാൻ നോക്കിയാൽ കയ്യോടെ പിടി വീഴും. അത് താങ്ങാനുള്ള ശേഷി തന്റെ ഹൃദയത്തിനില്ലെന്ന് ആൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എത്ര തിരക്കാണെങ്കിലും ധ്രുവ അവളെ ദിവസവും വിളിക്കുമായിരുന്നു. ഫോണിലൂടെയുള്ള അവന്റെ പ്രണയം നിറഞ്ഞ വർത്തമാനം കേൾക്കുമ്പോൾ നെച്ചുവിന്റെ ഉള്ളിൽ കുളിര് പോരുമെങ്കിലും ആൾക്ക് പുറമെ ആ കലിപ്പ് ഭാവം തന്നെ നിലനിർത്തി അവനോടൊപ്പം കട്ടയ്ക്ക് പിടിച്ചു നിന്നു. ദിവസങ്ങൾ വളരെ വേഗത്തിൽ കൊഴിഞ്ഞുപോയി. കാത്തിരുന്ന ആ സുദിനം ഇതാ എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്നാണ് കല്യാണത്തലേന്ന്. നെച്ചുവിന്റെയും ധ്രുവിന്റെയും വീടുകൾ വർണ്ണവിളക്കുകളുടെ വെളിച്ചത്തിലും ആൾക്കാരുടെ ബഹളത്തിലും മുങ്ങി നിൽക്കുകയാണ്. ഒരു വശത്ത് ബന്ധുക്കൾ ഒത്തുകൂടി തമാശകൾ പറയുന്നു. മറുവശത്ത് പാചകപ്പുരയിൽ നാളത്തെ സദ്യക്കുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു. രാത്രിയിലെ ചടങ്ങുകൾക്കായി നമ്മൾ നെച്ച് ഒരുങ്ങിയിരിക്കുകയാണ്. മനോഹരമായ ഒരു മജന്ത പിങ്ക് ഫാൻസി സാരിയാണ് അവൾ അണിഞ്ഞിരിക്കുന്നത്. കാതിൽ വലിയൊരു കമ്മലും കഴുത്തിൽ ലളിതമായൊരു മാലയും. നീണ്ട മുടികൾ ഒതുക്കി പാതി പിന്നിലേക്ക് കെട്ടിവെച്ച് മുല്ലപ്പൂ ചൂടിയതുമെല്ലാം ചേർന്ന് നെച്ചുവിനെ കാണാൻ ശരിക്കൊരു മാലാഖയെ പോലെ ഉണ്ടായിരുന്നു. ആളുടെ മുഖത്ത് പ്രണയവും ചെറിയൊരു പരിഭ്രമവും ആ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടി. നെച്ചു തന്റെ മുറിയിലെ കട്ടിലിരിക്കുകയായിരുന്നു. കൈകളിൽ മനോഹരമായി മൈലാഞ്ചി അണിഞ്ഞിട്ടുണ്ട്. നാളത്തെ വലിയ ജീവിതമാറ്റത്തെക്കുറിച്ച് ഓർത്ത് ആളുടെ നെഞ്ച് പടപടാം ഇടിക്കുന്നുണ്ടായിരുന്നു. പതിവ് പോലെ അവിടെ വാല് പോലെ കൂടെ തന്നെയുണ്ട് നമ്മുടെ ദിയയും കാവ്യീശലും. പിന്നെ പറയാൻ വിട്ടു, ഇതിനിടയിലാണ് നമ്മുടെ 4 സംഘത്തിന്റെ ബാക്കി 2 പേരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായത്. നെച്ചുവിന്റെയും ദിയുടെയും വിവാഹം ഉറപ്പിച്ചതിന് പിന്നാലെ ഇഷുവിന്റെയും കാവ്യയുടെയും വിവാഹവും ഇതാ ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇഷുവിനെ കെട്ടാൻ പോകുന്നത് അവളുടെ സ്വന്തം കസിൻ ഷാനിബലിയാണ്. കക്ഷി ദുബായിലാണ് ജോലി ചെയ്യുന്നത്. കാവ്യാണെങ്കിൽ ഒരു വെടിക്ക് 2 പക്ഷി എന്ന മട്ടിൽ കോളേജിൽ അവിടെ കാശിനാഥ മാഷിനെ തന്നെ അങ്ങ് സെറ്റായി കളഞ്ഞു. കാശി സാറ് കട്ട ഗൗരക്കാരനാണെങ്കിലും കാവ്യയുടെ മുന്നിൽ പുള്ളിയും ഫ്ലാറ്റായി. നെച്ചുമത്തെ ടെൻഷനുണ്ടോടി? ദിയ ചോദിച്ചു. ചെറുതായിട്ട്. നെച്ചു കുറച്ച് പരിഭ്രമത്തോടെ പറഞ്ഞു. എന്തിനാ ടെൻഷൻ? കൂളായിട്ടിരിക്കുക, ചിൽ ബേബി ചിൽ. ഇഷു കളിയാക്കി പറഞ്ഞു. 2 മാസം കഴിഞ്ഞാൽ നീ അന്ന് ഇത് തന്നെ പറയണം കുരിപ്പേ. നെച്ചു തിരിച്ചടിച്ചു. എന്റെ നെച്ചു അത് വിട്, നീ ശരിക്കും ഒരു ദേവതയെ പോലെ ഉണ്ടാ. ധ്രുവേട്ടയിന്ന് വന്നാൽ നിന്നെ നോക്കി കിളി പോയി നിൽക്കും. നീ അവളുടെ കവിളിൽ നിന്നുള്ളി പറഞ്ഞു. അതിന് ധ്രുവേട്ടയിന്ന് വരില്ലല്ലോ, വീട്ടുകാരല്ലേ പൊടോ തരാൻ വരിക? കാവ്യ സംശയത്തോടെ ചോദിച്ചു. എന്റെ പൊന്നെ, ഞാൻ ചുമ്മാ ഇവളെ കൂളാക്കാൻ പറഞ്ഞല്ലേ. ദിയ ചിരിച്ചു. മതി, ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് 4 പേരും പുറത്തിറങ്ങിക്കേ. ആളുകൾ വന്നു തുടങ്ങി. അമ്മ ഭദ്രമുറിയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അമ്മേ, നെച്ചു വിളിച്ചു. എന്താടാ പൊന്നെ? അമ്മയുടെ പൊന്നെ ടെൻഷനാണോടാ? ധ്രുവിന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയല്ലേ, പിന്നെന്താടാ? അച്ഛയുടെ അമ്മേ? നെച്ചു ചോദിച്ചു. ഞാനിവിടെ തന്നെയുണ്ട് നെച്ചൂട്ടി. അച്ഛൻ വിശ്വനാഥൻ കടന്നു വന്നു. അവൾ അച്ഛനെ കെട്ടിപ്പിടിച്ചപ്പോൾ അദ്ദേഹം നെറ്റിയിൽ ഉമ്മ കൊടുത്തു. ഒന്നും ആലോചിക്കണ്ട, അച്ഛനും അമ്മയും എപ്പോഴും ഉണ്ട് കൂടെ. മക്കളെ, നിങ്ങളുടെ ചങ്ങിനെ നോയിക്കോണേ. അച്ഛനങ്ങോട്ട് മാറട്ടെ.
പിന്നെ 4 പേരും താഴേക്ക് വാ, അവരിപ്പോൾ എത്തും. അങ്ങനെ കല്യാണത്തലയത്തെ പ്രധാന ചടങ്ങായ പുട കൊടുക്കൽ ആരംഭിക്കാറായി. ധ്രുവിന്റെ ഫാമിലി ലക്ഷ്മിയമ്മയുടെ നേതൃത്വത്തിൽ പട്ടുപുടയും മധുരവുമൊക്കെയായി നെച്ചുവിന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. ആളിലേക്ക് പുഞ്ചിരിയോടെ നടന്നു വന്ന നെച്ചു പെട്ടെന്ന് അവിടെ നിന്ന് ബാക്കിയുള്ളവരെ കണ്ട് ഞെട്ടിത്തെരിച്ചു പോയി. ലക്ഷ്മിയമ്മയുടെ പുറകിൽ ആ കട്ട സ്റ്റൈലിഷ് ലുക്കിൽ ബ്ലാക്ക് കുർത്തയും ഇട്ടൊരു കള്ളച്ചിരിയോടെ നമ്മുടെ ASP ധ്രുവകൃഷ്ണൻ നേരിട്ട് നിൽക്കുന്നു. കൂടെ വാലുപോലെ വിഷ്ണുവുമുണ്ട്. പക്ഷെ അതൊന്നുമായിരുന്നില്ല നെച്ചുവിനെയും കൂട്ടുകാരെയും ഞെട്ടിച്ച വലിയ സർപ്രൈസ്. ധ്രുവിന്റെയും വിഷ്ണുവിനെയും കൂടെ താൻ നിൽക്കുന്നു. ഇഷുവിന്റെ ചെക്കൻ ഷാനിബലിയും കാവ്യയുടെ സ്വന്തം കാശിനാഥൻ. 4 പേരെയും ഒന്നിച്ചു കണ്ട് നെച്ചുവിന്റെയും ചക്സിന്റെയും കിളികൾ താ വീണ്ടും ഒന്നിച്ച് പറന്നുപോയി. പുട കൊടുക്കലും മധുരം കൊടുക്കലും കഴിഞ്ഞു. എല്ലാവരും ഭക്ഷണത്തിന്റെ തിരക്കിലേക്ക് മാറിയപ്പോൾ ഈ 8 പേരും കൂടി ഹാളിന്റെ ഒരരികിലേക്ക് മാറി നിന്നു. ദിയും കാവ്യ ഈശ്വരും പരസ്പരം നോക്കി അന്തം വിട്ട് നിൽക്കുകയാണ്. ധ്രുവേട്ട, ഇവരൊക്കെ എങ്ങനെ ഇവിടെ? നെച്ചു അത്ഭുതത്തോടെ ചോദിച്ചു. അപ്പോൾ ധ്രുവ് മീശയൊന്ന് പിരിച്ചു. ആവശ്യമായ കള്ളച്ചിരിയോടെ ഷാനുവിന്റെയും കാശുടെയും തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, എടോ കാന്താരി, നീ എന്താ വിചാരിച്ച്? ഞങ്ങൾ 4 പേരും കോളേജ് ഫ്രണ്ട്സ് ആയിരുന്നു. പണ്ട് ഒരേ ബെഞ്ചിൽ നിന്ന് പഠിച്ച കട്ട ചങ്കുകൾ. ധ്രുവിന്റെ മറുപടി കേട്ട് പെൺകുട്ടികൾ 4 പേരും വായ പൊളിച്ച് നിന്നുപോയി. അപ്പോ കാശിയേട്ടനും ഷാനുക്കൊക്കെ ധ്രുവേട്ടന്റെ കൂട്ടുകാരാണോ? ഈശു അത്ഭുതത്തോടെ ഷാനുവിനെ നോക്കി ചോദിച്ചു. അതേടി മോളെ, ദുബായിൽ നിന്ന് ഞാൻ ലീവിന് നാട്ടിലിറങ്ങിയപ്പോൾ തന്നെ ഈ കലിപ്പിന് എന്നെ പൊക്കിയോടെ എത്തിച്ചതാ. ഷാനു കള്ളച്ചിരിയോടെ ഇഷുവിനെ നോക്കി പറഞ്ഞു. കാശിനാഥൻ തന്റെ അധ്യാപക ഒരുമൊക്കെ മാറ്റി കാവ്യെ നോക്കിയൊന്ന് കണ്ണിച്ചിമ്മി കാണിച്ചു. അതുകൊണ്ട് കാവ്യ നാണം കൊണ്ട് ഇഷുവിന്റെ പുറകിലൊളിച്ചു. വിഷ്ണു ദിയുടെ അരികിലേക്ക് നീങ്ങിന്ന് പതുക്കെ ചോദിച്ചു, എങ്ങനെയുണ്ട് എന്റെ സർപ്രൈസ്? 4 സിംഹങ്ങൾ കൂടി നിങ്ങൾ ഈ 4 കാന്താരകളെയും കൂട്ടിയടക്കം ഒന്നിച്ചിറങ്ങിയതാ. ദിയ അവൻ നോക്കി ചുണ്ടുപിണറ്റി. ആളിൽ ബാളമുറുകുന്നതിനിടയിൽ ധ്രുവ് ആരും കാണാതെ നെച്ചുവിന്റെ തൊട്ടരികിലേക്ക് നീങ്ങി നിന്നു. ആ സാരിയിൽ പ്രകാശിക്കുന്ന തന്റെ പെണ്ണിനെ അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു. അവന്റെ നോട്ടം കണ്ട് നെച്ചുവിന്റെ ഹൃദയമിടിപ്പ് വീണ്ടും ഇരട്ടിച്ചു. അവൻ അവളുടെ ചെവിയിലേക്കൊന്ന് കുനിഞ്ഞ് വളരെ ശാന്തമായി മന്ത്രിച്ചു, ഈ സാരിയിൽ നീ ഒത്തിരി സുന്ദരിയായിട്ടുണ്ടടി എന്റെ കാന്താരി മോളെ. പക്ഷേ ആ 1.5 പണി പ്ലാനൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ. നിന്റെ ഈ 3 ചങ്കുകളും വഴിമാറിക്കഴിഞ്ഞു. ഇനി നാളെ മുതൽ നീ എന്റെ ലോകപ്പില. ശിക്ഷ നേരിടാൻ റെഡി ആയിക്കോളൂ. അതും പറഞ്ഞ് അവൻ മീശയും പിരിച്ച് അവൾക്കൊരു കള്ളനോട്ടം സമ്മാനിച്ച് കൂട്ടുകാരുടെ അടുത്തേക്ക് നടന്നു നീങ്ങി. നെച്ചു ധ്രുവ് പോകുന്ന വഴിയിലേക്ക് നോക്കി ദേഷ്യവും നാണവും കലർന്ന ഭാവത്തോടെ പല്ലുകടിച്ച് നിന്നു. അവളുടെ ഹൃദയം നാളത്തെ ആ മംഗല മുഹൂർത്തത്തിനായി തുടിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ധ്രുവിന്റെ വീട്ടുകാർ യാത്ര പറഞ്ഞു പോയി. 4 വീട്ടുകാരും തങ്ങളുടെ മക്കൾ പിരിയില്ലല്ലോ എന്നും അവരെ പോലെ തന്നെ ചെക്കന്മാരും കട്ട ഫ്രണ്ട്സാണെന്ന് ഓർത്ത് സന്തോഷിച്ചു. കല്യാണ തലേന്നത്തെ പരിപാടികൾ ഭംഗിയായി അവസാനിച്ചു. പിറ്റേന്ന് രാവിലെ എല്ലാവരും പെട്ടെന്നൊരുങ്ങി ഓഡിറ്റോറിയത്തിലേക്ക് പോയി. കല്യാണ മണ്ഡപം ജനങ്ങളാൽ നിറഞ്ഞിരുന്നു. നാദസ്വരത്തിന്റെ മനോഹരമായ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങി. നല്ല കടും ചുവപ്പ് പട്ടുസാരിയും ദേഹം നിറയെ സ്വർണ്ണാഭരണങ്ങളും മുടിയിൽ നല്ല ഒന്നാന്തരം മുല്ലപ്പൂവും ചൂടി സുന്ദരിയായി നെച്ചു മണ്ഡപത്തിലേക്ക് നടന്നു വന്നു. ആളുടെ കൂടെ കറുപ്പും ചുവപ്പും കലർന്ന സാരി ഉടുത്ത് ദെയ്യും കാവ്യേഷ്യലും ഉണ്ടായിരുന്നു. മണ്ഡപത്തിൽ നല്ല വെളുത്ത സിൽക്ക് കുർത്തയും മുണ്ടുമെടുത്ത് കട്ട ലുക്കിലിരിക്കുകയായിരുന്നു ധ്രുവകൃഷ്ണ. കൂടെ ഷാനുവും കാശിയും വിഷ്ണുവും ബ്ലാക്ക് ഷർട്ടും കസവും മുണ്ടുമെടുത്ത് അവരുടെ പെണ്ണുങ്ങളുടെ മച്ചാന്മാരായി കട്ടക്ക് നിൽപ്പുണ്ട്. ധ്രുവാണെങ്കിൽ നെച്ചുവിനെ ആ വേഷത്തിൽ കണ്ടപ്പോൾ കണ്ണുകൾ വിടർത്തി അവളെ തന്നെ നോക്കി. ആൾ നാണത്തോടെ തലതാഴ്ത്തി അവന്റെ അരികിലിരുന്നു. എന്റെ പൊന്ന് കലിപ്പ, ഒരു മയത്തിലൊക്കെ നോക്കണം, ആ പെണ്ണങ്ങ് ഉരുകിപ്പോവും. ഷാനു കളിയാക്കി പറഞ്ഞു. അയ്യോ, അങ്ങനെയൊന്നും ഉരുകിപ്പോയില്ല മോനെ, കലിപ്പിന് പറ്റിയ കലിപ്പ് തന്നെയാ. വിഷ്ണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കാശിയോ അതേന്ന് തലയാട്ടി. പൂജാരി മന്ത്രങ്ങൾ ഉരുവിട്ടു. ശുഭമുഹൂർത്തത്തിൽ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ധ്രുവ് നെച്ചുവിന്റെ കഴുത്തിൽ താലിയാർത്തി. അവളുടെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തുമ്പോൾ 2 പേരുടെയും കണ്ണുകൾ പ്രണയത്തോടെ കോർത്തിയിടന്നു. ആ മനോഹരമായ ചിത്രങ്ങൾ ക്യാമറയിൽ പാർത്തുന്ന തിരക്കിലായിരുന്ന ഫോട്ടോഗ്രാഫർമാർ. ഫോട്ടോ എടുക്കുന്നതിനിടയിൽ ധ്രുവ് നെച്ചുവിന്റെ അരയിലൂടെ കൈ ചുറ്റി അവളിലേക്ക് ചേർത്ത് നിർത്തി. എന്നിട്ട് അവളുടെ കാതോരം പറഞ്ഞു, ഇനി നീ ഒഫീഷ്യലായിട്ട് എന്റെ ലോകപ്പിലാണ് മോളെ. ഈ നക്ഷത്ര ധ്രുവകൃഷ്ണയെ ഞാൻ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന് ഇനി കാണിച്ചു തരാം. നെച്ചു അവന്റെ നെഞ്ചിലേക്ക് ചെറുതായി തലയച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ എത്ര വലിയ കലിപ്പം പോലീസായാലും ഈ കാന്തരയുടെ കലിപ്പ് കുറയില്ല കേട്ടോ. അതറിയാവുന്നുണ്ടല്ലേടി ഈ കലിപ്പ് നിന്നെ തന്നെ കെട്ടിയത്. ധ്രുവ് അവിടെ കവിളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പുറകിൽ നിന്ന് തീയും കാവ്യേശ്വലും വിഷ്ണുമൊക്കെ ചേർന്ന് കൈയടിച്ചും കൂവി വിളിച്ചും ആ നിമിഷം ഗംഭീരമാക്കി. പിന്നെ അവിടെ ഫോട്ടോ മഹാമേളമായിരുന്നു. ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെയായി എല്ലാവരും അടിച്ചു പൊളിച്ചു. എന്നാ അവനൊട്ടും വൈകിക്കണ്ട, നമുക്കങ്ങ് തുടങ്ങിയേക്കാം എന്ന് പറഞ്ഞ് വിഷ്ണു നേരെ ചെന്ന് ദിയുടെ കൈക്ക് പിടിച്ചു. അപ്പോഴേക്ക് ഈഷുവും കാവ്യം നെച്ചുവിനെ നടുവിലേക്ക് തള്ളിവിട്ടിരുന്നു. സാരിയുടെ തലപ്പൊന്ന് ഒതുക്കി കുത്തി തന്റെ ആ കിലയിലാ ചിരിയോടെ നെച്ചു സ്റ്റേജിന്റെ നടുവിലേക്ക് ഇറങ്ങി. കൂടെ ദിയും കാവ്യയും മിഷലും. പാട്ടിന്റെ താളം മുറുകിയതോടെ 4 പേരും കൂടി ഒന്നിച്ച് ചൂടുവെക്കാൻ തുടങ്ങി. സാരി എടുത്തു നിൽക്കുന്ന നെച്ചുവിന്റെ ആ മെയ്വഴക്കത്തോടെയുള്ള ഡാൻസ് കണ്ട് പന്തിലുള്ളവരെല്ലാം കൈയടിച്ചു.
എപ്പോഴും ദേഷ്യവും കുറുമ്പും കാട്ടിയണക്കുന്ന തന്റെ പെണ്ണ് ഇത്ര മനോഹരമായി ഡാൻസ് ചെയ്യുമെന്ന് ധ്രുവട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ കൈകൾ കെട്ടി മീശയും പിരിച്ചൊരു വശ്യമായ ചിരിയോടെ നെച്ചുവിനെ തന്നെ നോക്കി നിന്നു. പെൺകുട്ടികളുടെ ഡാൻസ് തകർത്ത് മുന്നേറുന്നതിനിടയിലാണ് വിഷ്ണു ധ്രുവിനെയും ഷാനുവിനെയും കാശിയെയും വിളിച്ച് നടുവിലേക്ക് ഇറക്കിയത്. എടാ ആളുമാരോട് തറക്കുക, നമ്മളിവിടുന്ന മോശമില്ലേ, കേറി വാടാ. വിഷ്ണു ആവേശം കൂട്ടി. അതുവരെ മാറി നമ്മുടെ ASP ധ്രുവകൃഷ്ണ ദാ കളം നിറഞ്ഞു. കുർത്തയുടെ കൈ മുകളിലേക്ക് മടക്കി വെച്ച് വിഷ്ണുവിനും കാശിക്കും ഷാനുവിനൊപ്പം ധ്രുവ് ചുവട് വെച്ചപ്പോൾ പന്തലിൽ കൂവലും കൈയടിയും ഒന്നിച്ചുയർന്നു. ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന നെച്ചു ധ്രുവിന്റെ അടിപൊളി സ്റ്റെപ്പുകൾ കണ്ട് ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. വിട്ടുകൊടുക്കാൻ ഭാവമില്ലാത്തതുകൊണ്ട് ആൾ ധ്രുവിന്റെ നേരെ തിരിഞ്ഞ് കട്ടക്ക് ചുവട് വെച്ചു. ധ്രുവും നെച്ചു നേർക്ക് നേർന്ന് ഡാൻസ് ചെയ്തപ്പോൾ പന്തലിൽ ശരിക്കും ഒരു പൂരം തന്നെയാണ് അരങ്ങേറിയത്. ഡാൻസിന്റെ ഒടുവിലത്തെ സ്റ്റെപ്പിൽ തിരിഞ്ഞിറങ്ങിയ നെച്ചുവിന്റെ കയ്യിൽ ധ്രുവ് പതുക്കെ പിടിച്ച് തന്നിലേക്കൊന്ന് വലിച്ചു. ആളുകളുടെ ബഹളത്തിനിടയിൽ മറ്റാരും ശ്രദ്ധിക്കാത്ത രീതിയിലായിരുന്നു അവന്റെ ആ വേഗതയേറിയ നീക്കം. അവൻ അവളുടെ കാതോരം ചേർന്ന് ശ്വാസമടക്കി പതുക്കെ പറഞ്ഞു, ഡാൻസ് ഒക്കെ കൊള്ളാം മോളെ കാന്താരി, പക്ഷെ ഈ എനർജിയൊക്കെ ഒന്ന് രാത്രിക്ക് കൂടി ബാക്കി വെച്ചോ, ആവശ്യം വരും. ഒരു കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു. അപ്രതീക്ഷിതമായി അവന്റെ കൈച്ചൂടും വാക്കുകളും ഏറ്റതും നെച്ചുവിന്റെ കിളികൾ താ വീണ്ടും പാറിപ്പോയി. ആൾ നാണം മറക്കാൻ ധ്രുവിനെ ഒന്ന് കനപ്പിച്ച് നോക്കിക്കൊണ്ട് കൈവിടിവെച്ച് മാറിയിരുന്നു. അപ്പോഴേക്ക് ഈഷുവും ഷാനുവും കാവ്യയും കാശിയും ദീയും വിഷ്ണുമൊക്കെ തങ്ങളുടെ പ്രണയക്കണ്ണുകളാൽ പരസ്പരം സംസാരിച്ച് തുടങ്ങിയിരുന്നു. അങ്ങനെ പാട്ടും ഡാൻസും ചിരിയുമായി അവരുടെ കല്യാണം തകർത്തു. ഒടുവിൽ യാത്ര പറയാൻ സമയമായി. അച്ഛാ എന്ന് വിളിച്ചെന്ന് അച്ചു വിശ്വനാഥനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അച്ഛന്റെ പൊന്ന് കരയില്ലേടാ, അച്ഛനുണ്ട് എന്റെ പൊന്നിന്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഭദ്രയും വന്ന് അവർക്കിടയിൽ നിന്ന് നെച്ചുവിനെ ഉമ്മകൾ കൊണ്ട് മൂടി. അമ്മയുടെ പൊന്ന് കുറുമ്പൊന്നും കാട്ടി മോനെ ബുദ്ധിമുട്ടാക്കരുത് കേട്ടോ. ഭദ്ര അവസാനം തമാശയായി പറഞ്ഞു. അമ്മേ ആളൊന്ന് ചിണുങ്ങി. മോളെല്ലാവരോടും യാത്ര പറയേ, ഭദ്രാമ്മ പറഞ്ഞു. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഒടുവിൽ അവളുടെ കട്ട ചങ്സ് മൂന്നിനെ ഒരുമിച്ച് വാരിപ്പുണർന്ന് 4 പേരും കൂടി കരച്ചിലായി. ഹോ എന്റെ മക്കളെ, അടുത്ത ജംഗ്ഷനിലെ എന്റെ വീട്, അതിനാണ് ഈ സങ്കടം. എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് പരസ്പരം കാണാലോ. എന്നാലേ ഞാൻ എന്റെ ഭാര്യ കൊണ്ടൊക്കെ പോവാ എന്ന് പറഞ്ഞ് ധ്രുവ അവളെ ഒരൊറ്റ ഏറിലിട്ട് എടുത്തുയർത്തി വണ്ടിയിലേക്ക് നടന്നു. ധ്രുവേട്ടാ വിട്ട് വിട്ട് നച്ചു വിളിച്ചു പറഞ്ഞു. മിണ്ടാതിരിക്കടി കാന്താരി, ഞാൻ ഇറക്കില്ല. ആൾ പതിയെ തന്റെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കി. അവനവളെ വണ്ടിയിൽ കയറ്റി. വീട്ടുകാരെ നോക്കി സങ്കടത്തോടെ കൈവീശുന്ന നെച്ചുവിനോട് ധ്രുവ് പറഞ്ഞു, അവരിപ്പോ റിസപ്ഷൻ ഇങ്ങോട്ട് തന്നെ വരുമ്പോളെ. അതും പറഞ്ഞ് അവൻ വണ്ടി മുന്നോട്ടെടുത്തു അവരുടേതായ പുതിയൊരു ജീവിതത്തിലേക്ക്. വാഹനം മുന്നോട്ട് നീങ്ങുമ്പോൾ നെച്ചു പതുക്കെ തന്റെ വീട്ടുകാരെയും കൂട്ടുകാരെയും നോക്കി കൈവീശി. കണ്ണുകളിൽ നേരിയൊരു ഈറനുണ്ടായിരുന്നെങ്കിലും അരികിലിരിക്കുന്ന ധ്രുവിന്റെ കൈച്ചൂട് അവൾക്ക് നൽകിയ ധൈര്യം ചെറുതായിരുന്നില്ല. വണ്ടി നേരെ ധ്രുവിന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. വർണ്ണവിളക്കുകളാൽ അലങ്കൃതമായ വലിയ വീടിനുമ്പിൽ വണ്ടി വന്ന് നിന്നു. വണ്ടിയിൽ നിന്നിറങ്ങിയ നെച്ചുവിനെ സ്വീകരിക്കാൻ ലക്ഷ്മിയമ്മ നിലവിളക്കും താലവുമായി ഉമ്മറത്ത് തന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. മുറ്റത്ത് ധ്രുവിനൊപ്പം നിൽക്കുമ്പോൾ അവൾ അറിയാതെ പറമ്പിലേക്ക് നോക്കി ചിരിച്ചു. പണ്ട് മാങ്ങ പൊട്ടിക്കാൻ വന്ന ധ്രുവ് പിടിച്ചതും വഴുതി വീണതുമെല്ലാം ആലോചിച്ചപ്പോൾ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. എന്താണ് മാങ്ങ വേണോ? ഇപ്പൊ തന്നെ അതിനെനിക്ക് കുറച്ച് സമയം എന്താ, ഞാൻ മാങ്ങ കഴിപ്പിച്ചു തരാം. ധ്രുവ് അവളുടെ ചെവിയിൽ പതുക്കെ മന്ത്രിച്ചു. ആദ്യം ഒന്ന് പകച്ചെങ്കിലും പെട്ടെന്ന് തന്നെ അവൾ അവനെ കനപ്പിച്ച് നോക്കി. ലക്ഷ്മിയമ്മ പുഞ്ചിരിയോടെ അവരുടെ അരിയിലേക്ക് വന്നു. ആരതി ഒഴിഞ്ഞതിന് ശേഷം നിലവിളക്ക് കൈമാറി. കേറി വാ മോളേന്റെ കുറുമ്പി, വലതുകാലം വെച്ചകത്തേക്ക് കയറി എന്ന് പറഞ്ഞു. നെച്ചു നാണത്തോടെ നിലവിളക്ക് കൈയിലേന്തി ധ്രുവിന്റെ കൂടെ വലതുകാലം വെച്ച് ആ വീട്ടിലേക്ക് പ്രവേശിച്ചു. പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ലക്ഷ്മിയമ്മ അവളെ സ്നേഹത്തോടെ അരിയിലേക്ക് ചേർത്ത് നിർത്തി നെറ്റിയിൽ ചുംബിച്ചു. മോളെ, കുറച്ച് ദിവസമായിട്ടുള്ള തിരക്കായിരുന്നില്ലേ, നന്നായി ക്ഷീണിച്ചിട്ടുണ്ടാവും. പോരാത്തിന് ഇത്രയും കനുള്ള സ്വർണവും പട്ടുസാരിയാ. നീ വേഗം റൂമിലേക്ക് പോയി ഇതൊക്കെ ഒന്ന് മാറ്റി റിലാക്സ് ചെയ്യും. റിസപ്ഷനുള്ള ബ്യൂട്ടീഷ്യൻ ഇപ്പോൾ വരും, ആരും വന്ന് നിന്നെ റെഡി ആയിക്കോളൂ ലക്ഷ്മിയമ്മ പറഞ്ഞു. ശരിയമ്മേ. നെച്ചു പതുക്കെ തലയാട്ടി ധ്രുവിന്റെ മുറിയിലേക്ക് നടന്നു. കണ്ണ, നീ വിഷ്ണുവിൻ്റെ കൂടെ റെഡിയാകാൻ പോയിക്കാം, എല്ലാവരും ഇപ്പോൾ വരും ലക്ഷ്മിയമ്മ ധ്രുവിനോട് പറഞ്ഞു. ആപ്പച്ചി ഞാൻ നോക്കിക്കോളാം, ഇവനെ ഞാൻ സുന്ദരനാക്കി എടുത്തോളാം എന്ന് പറഞ്ഞ് വിഷ്ണു ധ്രുവിനെ കൂട്ടി പോയി. റൂമിലെത്തിയ ഉടൻ നെച്ചുവിന് വലിയൊരു ആശ്വാസം തോന്നി. കനത്ത ആ ചുവപ്പ് പട്ട് സാരിയും സ്വർണ്ണാഭരണങ്ങളും അവൾ അത്രമാത്രം അസ്വസ്ഥമാക്കുന്നുണ്ടായിരുന്നു. എന്നെ പൊന്നോ, ഇതൊക്കെ ഇട്ട് ഞാൻ ആകെ ക്ഷീണിച്ചു. ഇനിയും ഒരുങ്ങാനോ ദേവി? കല്യാണം കഴിക്കുമ്പോൾ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനി ബ്യൂട്ടീഷ്യൻ വരുന്നവർ വെയിറ്റ് ചെയ്യണോ? എനിക്ക് വയ്യ, ഈ കുന്തൊക്കെ നൂരി മാറ്റട്ടെ നെച്ചു സ്വയം പറഞ്ഞു. ആൾ വേഗം തന്നെ കഴുത്തിലെ മാലകളും കാതിലെ വലിയ കമ്മലുകളും ഓരോന്നായി അഴിച്ചു മാറ്റി ടേബിൾ വെച്ചു. സാരിയുടെ പിന്നഴിച്ചു മാറ്റി സാരിയൊന്ന് ലൂസാക്കി. പെട്ടെന്നാണ് വാതിലൊരു മുട്ട് കേട്ടത്. ആ ബ്യൂട്ടീഷ്യൻ എത്ര പെട്ടെന്ന് എത്തിയോ നെച്ചു മനസ്സിൽ വിചാരിച്ചു. ആൾ വേഗം സാരി നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് വാതിൽ തുറന്നു. പക്ഷെ പുറത്തുനിന്ന് ആളെ കണ്ട് ആളുടെ കണ്ണുകൾ തള്ളിപ്പോയി. അയ്യോ, ആൾ അറിയാതെ വിളിച്ചുപോയി. ബ്യൂട്ടീഷ്യന് പോലെ എന്താ നിൽക്കുന്നു നമ്മുടെ ASP ധ്രുവകൃഷ്ണ. കുർത്തയുടെ മുഖത്ത് 2 ബട്ടൺസ് അഴിച്ച് ഒരു കള്ളച്ചിരിയോടെ വാതിൽ ചാരി നിൽക്കുകയാണ്.
ധ്രുവേട്ട നിങ്ങളിവിടെ എന്താ? ബ്യൂട്ടീഷ്യൻ ഇപ്പോൾ വരുന്ന അമ്മ പറഞ്ഞല്ലോ. നെച്ചു പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. അതിന് ബ്യൂട്ടീഷ്യൻ താഴെയുണ്ട്. ഞാൻ എൻ്റെ റൂമിലേക്ക് ഒരാരുടെയും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ മോളെ. ധ്രുവ് അകത്തേക്ക് കയറി വാതിൽ പതുക്കെ ചാരി. അവൻ പതുക്കെ അവിടെ അടുത്തേക്ക് നടന്നു വന്നു. ധ്രുവിന്റെ ആവശ്യമായ നോട്ടം കണ്ടപ്പോൾ നെച്ചുവിന്റെ ഹൃദയം പടപടാമിടിക്കാൻ തുടങ്ങി. ആൾ പുറകോട്ട് മാറിയെങ്കിലും ഒടുവിൽ ഭിത്തിയിൽ തട്ടി നിന്നു. ധ്രുവ് അവിടെ ഒപ്പമെത്തി. ഭിത്തി രണ്ട് കൈകളും കുത്തി അവിടെ തന്റെ കൈകൾക്കുള്ളിൽ തളച്ചിട്ടു. നെച്ചു അഴിഞ്ഞ സാരി മാറിലേക്ക് കൈകൾ കൊണ്ട് മറിച്ച് ശ്വാസമടക്കി പിടിച്ച് തലാഴ്ത്തി നിന്നു. അവൾ അഴിച്ചു വെച്ച മുടിയിഴകൾ അവളുടെ കവിളിലേക്ക് വീണ് കിടന്നിരുന്നു. ധ്രുവ് തന്റെ വിരലുകളാൽ ആ മുടിയിഴകൾ പതുക്കി ഒതുക്കി ചെവിയുടെ പുറകിലേക്ക് വെച്ച്. എന്താടി രാവിലെ സ്റ്റേജിൽ വെച്ച് വലിയ ഡയലോഗ് അടിച്ചവളാണല്ലോ. ഇപ്പൊ എന്റെ മുമ്പിൽ വന്നിന്നപ്പോൾ അക്ഷരം മിണ്ടാനില്ലേ? ധ്രുവ് അവളുടെ മുഖത്തേക്ക് നോക്കി പതുക്കെ മന്ത്രിച്ചു. ധ്രുവേട്ടാ മാറിക്ക്, ആരെങ്കിലും കാണും, എനിക്ക് റിസപ്ഷൻ ഒഴിക്കണം. ആളവനെ നെഞ്ചിൽ കൈവച്ച് പതുക്കെ തള്ളി മാറ്റാൻ നോക്കി. പക്ഷേ ധ്രുവ് മാറിയില്ല. അവൻ കുനിഞ്ഞവളുടെ കവിളിൽ പതുക്കെ കടിച്ചു. നെച്ചു പതുക്കെ നിലവിളിച്ചു. ഏത് രാവിലെ എന്നെ കനപ്പിച്ച് നോക്കിയുള്ള ശിക്ഷയാണ്. ബാക്കി ശിക്ഷകളൊക്കെ രാത്രി വരാം. ഇപ്പൊ നീ വേ ഒരുങ്ങ്. ആരാളുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരിയോടെ മാറിയെന്നു. നെച്ചു നാണം കൊണ്ട് ചുവന്നു കൊടുത്തു. അപ്പോഴേക്കും താഴെ നിന്ന് ലക്ഷ്മി അമ്മയുടെ വിളി കേട്ടു. ധ്രുവേ, ബ്യൂട്ടീഷ്യൻ വന്നിട്ടുണ്ട്. ദാ വരുന്നമ്മ. ധ്രുവ് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. വാതിലെത്തിയപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി കണ്ണെന്ന് ചിമ്മി കാണിച്ചു. വേഗം ഒരുങ്ങിക്കോ മോളെ, പുറത്ത് നിന്നെ കാത്ത് വലിയൊരു പട തന്നെയുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം നെച്ചു റിസപ്ഷനായി പൂർണ്ണമായി ഒരുങ്ങിയിറങ്ങി. ബ്ലാക്ക് കളറിൽ വെള്ളമുത്തുകൾ പാകിയ മനോഹരമായ ഒരു ലഹങ്കയായിരുന്നു നെച്ചുവിന്റെ വേഷം. മിനിമൽ മേക്കപ്പും ജ്വല്ലറിയും തിളങ്ങുന്ന ആ ലഹങ്കയും കൂടിയായപ്പോൾ നെച്ചു ഒരു രാജകുമാരിയെ പോലെ തോന്നിപ്പിച്ചു. ഹാളിലേക്ക് വന്ന് നെച്ചുവിനെ നോക്കി ധ്രുവ് ഒരു നിമിഷം കണ്ണെടുക്കാതെ നിന്നുപോയി. തിരിച്ചു നെച്ചു അവനെയും നോക്കി നിന്നു. അവൻ ബ്ലാക്ക് കോട്ടും സ്യൂട്ടും അണിഞ്ഞ് കട്ട ഹാൻഡ്സം ലുക്കിലായിരുന്നു. ഇരുവരും ഒന്നിച്ച് ബ്ലാക്ക് കോമ്പിനേഷൻ വന്നപ്പോൾ റിസപ്ഷൻ ഹാൾ കയ്യടിയാൽ മുഖരിതമായി. സ്റ്റേജിലേക്ക് കയറിയപ്പോഴാണ് നെച്ചു ആ കാഴ്ച കണ്ട്. ദാ നിൽക്കുന്നു അവളുടെ ചങ്സ്. വെള്ള തീമിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് കാവ്യ, ദിയ, ഇഷൽ എന്നിവരും അവരുടെ പാർട്ട്ണർമാരായ കാശിനാഥൻ, വിഷ്ണു, ഷാനിബലി എന്നിവരും കട്ടക്ക് ഹാജരുണ്ട്. നീ കാന്താരി, എങ്ങനെയുണ്ട് ഞങ്ങളുടെ എൻട്രി? ദിയ ഓടി വന്ന് നെച്ചുവിനെ കെട്ടിപ്പിടിച്ചു. നിങ്ങൾ വരുമെന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ ഇത്ര പെട്ടെന്ന്. നെച്ചുവിന്റെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. നിന്നോട് ഒറ്റക്കാകെ ഞങ്ങൾ തോന്നിയില്ലടോ. ഭദ്രമയും വിശ്വനാഥനും ഫുൾ ഫാമിലിയും ഇപ്പൊ എത്തും, കാവ്യ പറഞ്ഞു. കാശിയും വിഷ്ണുവും ഷാനും ഒക്കെ ധ്രുവിനോട് തമാശകൾ പറയുകയായിരുന്നു. അപ്പോഴേക്കും നെച്ചുവിന്റെ ഫാമിലി എത്തിച്ചേർന്നു. അമ്മയും അച്ഛനെയും കണ്ടപ്പോൾ നെച്ചു ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു. പിന്നെ അവിടെ കുറെ പരിപാടികളായിരുന്നു. വിഷ്ണുവും ഷാനുവും കാശിയും ഒപ്പം അവരുടെ പാട്ടുമാരും ചേർന്ന് സ്റ്റേജിൽ ചെറിയ കളികളും തമാശകളും ഒപ്പിച്ചു. കൂട്ടുകാരും ഫാമിലിയും ഒന്നിച്ച് ഫോട്ടോകൾ എടുത്തു. ധ്രുവിനെ കൊണ്ടും നെച്ചുവിനെ കൊണ്ടും വിഷ്ണു നിർബന്ധിച്ച് പാട്ട് പാടിച്ചു. കളിപ്പൻ പോലീസ് നെച്ചുവിനെ നോക്കി പ്രണയത്തോടെ പാടിയപ്പോൾ എല്ലാവരും കൂവി വിളിച്ചും കൈയടിച്ചും അത് ആഘോഷമാക്കി. രാത്രി വൈകിയതോടെ റിസപ്ഷൻ പരിപാടികൾ അവസാനിച്ചു. എല്ലാവരും നെച്ചുവിനും ധ്രുവിനും ആശംസകൾ നേർന്ന് യാത്ര പറഞ്ഞ് പിരിഞ്ഞു. യാത്ര പറഞ്ഞ് നെച്ചുവിന്റെ ഫാമിലി ഇറങ്ങുമ്പോൾ ലക്ഷ്മി അമ്മയുടെ കൈ പിടിച്ച് ഭദ്രമ്മ കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു, മോളെ നോയിക്കോണേ. ആ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്നേ. അവൾ എന്റെ മരുമകളായിട്ടല്ല, മോളായിട്ട് അവിടെ കഴിയുക. ഞാൻ നോയിക്കോളാം. ലക്ഷ്മി അമ്മ ഉറപ്പ് നൽകി. നെച്ചുവിനോട് യാത്ര പറഞ്ഞ് ഫാമിലി പോകുമ്പോൾ അവളുടെ കണ്ണു നിറഞ്ഞു. നെച്ചുവിന്റെ സങ്കടം കണ്ട ധ്രുവ് അവളെ ചേർത്ത് പിടിച്ചു. ഞാനില്ലടോ ഇവിടെ, നമുക്ക് അങ്ങോട്ട് പോകാൻ കേട്ടോ. ഇതിപ്പോ അടുത്ത് തന്നെയല്ലേ ഉള്ളത്. ആ ഞങ്ങളുണ്ട്, നിങ്ങളെ റൂമിലേക്ക് കയറ്റി വിട്ടിട്ട് ഞങ്ങൾ പോകും, ദിയ പറഞ്ഞു. അത് കേട്ടപ്പോൾ നെച്ചുവിന് കുറച്ചുകൂടി സന്തോഷമായി. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ വീട് ശാന്തമായി. ധ്രുവിന്റെ കുറച്ച് കുടുംബക്കാരും അവരുടെ ചങ്സും മാത്രമായി. നെച്ചുവിനെ ലക്ഷ്മി അമ്മ കൊടുത്ത സെറ്റ് സാരി കുടിപ്പിച്ച് മുല്ലപ്പൂവും ചൂടിച്ച് ദിയയും കാവ്യേഷിനും കൂടി ആദ്യരാത്രിക്ക് വേണ്ടി ഒരുക്കിയെടുത്തു. നെച്ചുവാണെങ്കിൽ ഇനി ധ്രുവിന് മുമ്പിൽ എങ്ങനെ പിടിച്ചു നിൽക്കുന്ന ചിന്തയിലായിരുന്നു. എന്താ മോളെ ആലോചന? രണ്ടുപേരും കൂടി അവിടെ കിടന്ന് തല്ലുവിടരുത് കേട്ടോ, കാവ്യ കളിയാക്കി പറഞ്ഞു. ഓ അതൊക്കെ നമ്മുടെ മുമ്പിൽ ധ്രുവേട്ടനെ കണ്ടവള് മാറും, ഇല്ലെങ്കിൽ ധ്രുവേട്ടൻ മാറ്റിക്കോളും. ദിയയും കൂടെ കൂടി. ഒന്ന് നിർത്ത് മക്കളെ, എനിക്കൊരു അവസരം വരൂ കേട്ടോ, നെച്ചു ചമ്മലോടെ പറഞ്ഞു. അപ്പുറത്ത് ധ്രുവാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് വെള്ളമുണ്ടും ഷർട്ടുമിട്ട് കണ്ണാടിയിൽ നോക്കി മൂളിപ്പാട്ട് പാടുകയാണ്. എന്താ മോനെ ഒരു ഇളക്കം, ആ പെണ്ണിന് കുറച്ചൊക്കെ ബാക്കി വെക്കണം കേട്ടോ, വിഷ്ണു പറഞ്ഞു. ഒന്ന് പോടാ, നീ ആ ദിയയുടെ പിന്നാലെ വാലുപോലെ നടക്കുന്നവനല്ലേ, അത്രയ്ക്കൊന്നുമില്ല, ധ്രുവ് തിരിച്ചടിച്ചു. കിട്ടിയില്ല മോനെ, വയറുറച്ച് കിട്ടിയില്ലേ? ഷാരും കാശിയും വിഷ്ണുവിനെ നോക്കി കളിയാക്കി. ഓ പിന്നെ, അപ്പൊ നിങ്ങൾ പുണ്യാളന്മാരായിരുന്നോ? പഠിക്കുന്ന കാലം മുതൽ അമ്മായിയുടെ മോളെ ദിവാസ്വപ്നം കൊണ്ട് നടക്കുന്ന ഒരാള്. ഒടയിൽ വീട്ടുകാർ കാലും കൈയും പിടിച്ച് കല്യാണം ഉറപ്പിച്ചു. ഇപ്പൊ അവളുടെ പിന്നാലെ ഇളിച്ചടക്കുന്നു. പിന്നെ ഇവൻ പഠിപ്പിക്കുന്ന കുട്ടിയോട് ആദ്യം കലിപ്പ്, പിന്നെ ലവ്. ഇപ്പൊ കലിപ്പ് സാർ അവിടെ പിന്നാലെ നടക്കുക. നിങ്ങളാണ് എന്നെ കളിയാക്കുന്നത്? വിഷ്ണുവും വിട്ടുകൊടുത്തില്ല. അപ്പോഴേക്കും ലക്ഷ്മി അമ്മ പാൽ ഗ്ലാസ് കൊണ്ടുകൊടുത്തു. മക്കളെ, ഇവളെ ധ്രുവിന്റെ മുറിയിലേക്ക് ആയിക്കോ എന്ന് നെച്ചുവിന്റെ ചങ്സിനോട് പറഞ്ഞു.
കോണിപ്പടികൾ കയറുമ്പോൾ നച്ചുവിന്റെ ഹൃദയം പടപടാ ഇടിക്കുന്നുണ്ടായിരുന്നു. ധ്രുവേട്ട എന്ന് വിളിച്ച് ദിയ ചാരിയിട്ടിരുന്ന വാതിൽ മുട്ടി. ആളുടെ ശബ്ദം കേട്ടപ്പോൾ വിഷ്ണു ഓടി വന്നു. ദീമോളെ ചേട്ടായി വന്നു എന്ന് പറഞ്ഞ് വിഷ്ണു നോക്കിയപ്പോൾ ദിയ ചെറുതായി നാണിച്ചു നിന്നു. ഒരു ചേട്ടായി വന്നിരിക്കുന്നു, മാറിക്കണം. ഇത് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അല്ല, അത് മറക്കണ്ട. എന്താ രണ്ടാളുടെ ഇടി? ഈശു കളിയായി പറഞ്ഞു. എടി മെഴുകുതിരി, നിന്റെ ഓനതാ വിളിച്ചിരിക്കുന്നു, അങ്ങോട്ട് പോയി ചൊറിയിടി. വിഷ്ണു തിരിച്ചടിച്ചു. എന്റെ പേര് ഇഷമേക്കെന്നാ, അല്ല മെഴുതിരി എന്നല്ല. ഈശു മുഖം വീർപ്പിച്ചു. അത് തന്നെയാണ് ഞാനും പറഞ്ഞു. വിഷ്ണു ചിരിച്ചു. മെഴുകുതിരി നിങ്ങളെ മറ്റോള് പറഞ്ഞതിന് ശേഷമാണ് കുട്ടി കത്തിയത്. അത് ദിയോ ആണെന്ന്. അയ്യോ പഠിച്ചോനെ. ഈശു തലയിൽ കൈവച്ചപ്പോൾ ദിയെ നോക്കി വിഷ്ണു സങ്കടം നടിച്ചു. സോറി മുത്തേ, ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതാ. ഇഷു ഷാരു വിളിച്ചു. മതി നിർത്ത്, നമുക്ക് അങ്ങോട്ട് പോവാം, എന്നിട്ട് പാളി നോക്കാം. ഇവിടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? കാവ്യം കാശി ഇടവിട്ടു. നമുക്ക് അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞ് വിഷ്ണു നെച്ചുവിനൊന്ന് പിച്ചി. തനിക്ക് എന്തൊരു പ്രാന്തായോ? കൈ തടവി കൊണ്ട് നെച്ചു ചോദിച്ചു. അപ്പൊ ഇവിടെ ഉണ്ടല്ലേ? നാക്കൊന്നും കാണാനിപ്പോ ഞാൻ കരുതി കുട്ടിയുടെ സംസാരശേഷി നഷ്ടപ്പെട്ടെന്ന്. വിഷ്ണു കളിയാക്കി. നെച്ചു പല്ലുകടിച്ചു. മതി വണ്ടി വിട്, ധ്രുവ് മുറിയിൽ നിന്ന് പറഞ്ഞു. ഞങ്ങൾ പോവാ ധ്രുവേട്ട, രണ്ടും കൂടി തല്ലുകൂടി റൂം രണ്ടാക്കരുത്, കാവ്യം പറഞ്ഞു. വാ മതി, നിങ്ങൾ വീട്ടിലാക്കിയിട്ടോ, ഞങ്ങൾക്ക് പോവാൻ. ദിയേശുവിനെയും കാവ്യയും നോക്കി അവൻ പറഞ്ഞു. അവരെല്ലാവരും പോവാനിറങ്ങി. പെൺപട കുറച്ച് നടന്നപ്പോഴാണ് പട തിരിഞ്ഞെന്ന് വാതിലെടുക്കാൻ പോകുന്ന ധ്രുവിനോട് പറഞ്ഞു. മോനെ കളിപ്പാ, പയ്യെ തിന്നാ പനയും തിന്നാ കേട്ടോ എന്ന് പറഞ്ഞ് അവർ മൂവരും ഓടി. ധ്രുവ് അവരുടെ പോക്കേണ്ട് ചിരിച്ചു. വാതിലടച്ച് ലോക്ക് ചെയ്യുന്ന ശബ്ദം കേട്ടപ്പോൾ നെച്ചുവിന്റെ ഉള്ളിൽ ഒരു മിന്നൽ പാഞ്ഞു പോയി. ധ്രുവ് അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. അവൻ അവളുടെ കൈകൾ തന്റെ കൈക്കുള്ളിലാക്കി. ഇനി പറഞ്ഞ ചൂട്ടി, നിന്റെ ഈ കലിപ്പം പോലീസുകാരുടെ ലോക്കപ്പിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണോ? അവൻ പ്രണയത്തോടെ ചോദിച്ചു. നെച്ചു ഒന്നും മിണ്ടാതെ ധ്രുവിന്റെ നെഞ്ചിലേക്ക് പതുക്കെ തലയായിച്ചു. അവളുടെ കൈകൾ അവന്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചു. എനിക്കൊരിടത്തും പോകേണ്ട ധ്രുവേട്ട, ഇവിടെ ഈ നെഞ്ചിൽ എപ്പോഴും ഉണ്ടായാൽ മതി. ആൾ പതുക്കെ മന്ത്രിച്ചു. അപ്പൊ പണിഷ്മെന്റ് തുടങ്ങിയാലോ? കള്ളിച്ചിരിയോട് അവൻ ചോദിച്ചു. പെട്ടെന്ന് അവൾ അവനിൽ നിന്ന് മാറിയെന്ന്. എന്ത് എന്ന് വിക്കി പറഞ്ഞു. എന്റെ പെണ്ണിന് വിക്കും വന്നോ എന്ന് ചോദിച്ചാൽ അവൻ ചിരിച്ചു. ധ്രുവേട്ടാ, എന്താടി പെണ്ണേ, എന്റെ കാന്താരി മുളകിന് ടെൻഷനാണോ? അവൻ ചോദിച്ചു. ആളൊന്ന് മൂളി. എന്തിനാടി പെണ്ണെ പേടി? ഞാൻ നിന്റെ മാത്രം കലിപ്പം പോലീസല്ലേ എന്ന് പറഞ്ഞ് അവനവളെ തന്നിലേക്ക് അടുപ്പിച്ചു. ഞാനിതിന്റെ എരിവെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ധ്രുവ അവളുടെ മുഖമുയർത്തി. ആ കണ്ണുകളിലെ പ്രണയം നെഞ്ചേറ്റിക്കൊണ്ട് അവളുടെ അധരങ്ങൾ അവനിലേക്ക് ആഴ്ത്തി. ആദ്യം അവൻ തുടങ്ങിയതാണെങ്കിലും പതിയെ അവളത് ഏറ്റെടുത്തു. പ്രണയത്തിന്റെ എല്ലാ അതിർവരമ്പുകളും പൊട്ടിച്ചെറിഞ്ഞ തീവ്രമായ ചുംബനം. ഒടുവിൽ ശ്വാസം വിലക്കായപ്പോൾ അവർ അടർന്നു മാറി ഇരുവരും ശ്വാസം വലിച്ചു. പെട്ടെന്ന് അവൻ നെച്ചു എന്ന് വിളിച്ച് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് തന്നിലേക്ക് അടുപ്പിച്ചു. അവന്റെ സ്പർശനത്തിൽ അവൾ ഒന്നുകൂടി അവനിലേക്ക് ചേർന്നു. ജനലിലൂടെ വന്ന നിലാവ് ആ മുറിയിലെ പ്രണയത്തിന് സാക്ഷിയായി നിന്നു. പിന്നീട് അങ്ങോട്ട് പ്രണയത്തിന്റെ നാളുകളായിരുന്നു. ഇണങ്ങിയും പിണങ്ങിയും കുറുമ്പാട്ടിയും ദിവസങ്ങളും മാസങ്ങളും കൊഴിഞ്ഞുപോയി. ഇപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 9 മാസമായി. നെച്ചുവിന് 6 മാസം ഗർഭിണിയുമാണ്. നമ്മളെ കലിപ്പം പോലീസ് പണി പറ്റിച്ചതാ. പക്ഷേ ഡിസ്റ്റൻസ് ആയിട്ട് അവൾ PG ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആ 3 ടീംസിനെയും കല്യാണം കഴിഞ്ഞിരുന്നു. അവർക്ക് ഇതുപോലെ സർപ്രൈസ് ഗിഫ്റ്റ് ഇട്ടിരിക്കുകയാണ്. നീക്ക് 4 മാസവും ഇഷുവിനും കാവ്യക്ക് 2 മാസവും. കെട്ടിയവന്മാർ അവരുടെ പിന്നാലെയും. പെണ്ണുങ്ങൾ കിട്ടുന്ന ചാൻസ് ഒക്കെ മുതലാക്കാനും തുടങ്ങി. ധ്രുവേട്ട, നെച്ചു വിളിച്ചു. സ്റ്റേഷനിൽ പോകാൻ വേണ്ടി ഫുൾ യൂണിഫോമിൽ ഇറങ്ങിയപ്പോഴാണ് നെച്ചുവിന്റെ വിളി. അവരൊന്ന് പേടിച്ച് അവളുടെ അടുത്തേക്ക് പോയി. എന്താ മോളെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ധ്രുവ് പരിഭ്രാന്തിയോടെ ചോദിച്ചു. വയറ് താങ്ങിന്ന് നെച്ചു പറഞ്ഞു. എനിക്ക് മാങ്ങ വേണം, അതും നമ്മുടെ ആ മരത്തിലെ മാങ്ങ തന്നെ. എന്റെ പെണ്ണെ, ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കുക, അപ്പോഴവിടെ ഒരു മാങ്ങ. ധ്രുവ് കലിപ്പിലായി. എന്നാലും ധ്രുവേട്ട എന്നോട് സ്നേഹമല്ല, ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളുടെ കുട്ടിയോട് ഇരുന്ന് സ്വൈര്യം തരണ്ടേ? ആൾ ചിനുങ്ങിക്കൊണ്ട് പറഞ്ഞു. നെച്ചു, ഞാൻ വൈകുന്നേരം വന്നിട്ട് പൊട്ടിച്ചേരാം, ഏട്ടനെ പൊന്നല്ലേ? ധ്രുവ് അനുനയിപ്പിച്ചു. വേണ്ട, ഞാൻ ഗർഭിണിയാ. ആള് മുഴുവനാക്കാൻ ധ്രുവ് സമ്മതിച്ചില്ല. മതി, നടക്കങ്ങോട്ട് എന്ന് പറഞ്ഞ് ആളെയും കുട്ടി മരത്തിന്റെ അവിടേക്ക് പോയി. പണ്ട് നെച്ചു മരത്തിൽ കയറിയപ്പോൾ ഇറക്കി ചൂടായ അതേ മരം, അതേ മാങ്ങകൾ. അങ്ങനെ കലിപ്പന ASP ഫുൾ യൂണിഫോമിൽ മരത്തിൽ കയറി മാങ്ങ ഒട്ടിക്കുന്നു. ധ്രുവേട്ട, അതല്ല മറ്റേത്, അതിന്റെ താഴെയുള്ളത്. നെച്ചുവിന്റെ നിർദ്ദേശം വന്നു. അങ്ങനെ മാങ്ങയും പൊട്ടിച്ചെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് അവൻ പറഞ്ഞു. ഇതിനൊക്കെ ഞാൻ തരാട്ടോ, കുഞ്ഞൊന്ന് വന്നോട്ടെ. ആളുടെ മൂർത്താവിലൊരു ഉമ്മയും കൊടുത്ത് അവൻ പോയി. നെച്ചു അവൻ പോകുന്ന നോക്കി ടാറ്റയും പറഞ്ഞു നിന്നു. ഇനി അവർ ജീവിക്കട്ടെ. അവരുടെ പ്രണയവും കുറുമ്പും കലിപ്പുമായി നമുക്കങ്ങോട്ട് മാറാം. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക.